the Karma Yoga taught us that attitude is what makes the difference, and not exactly the work that you do. It is much more the attitude and the motivations that drive your work, uh, and the equanimity of the mind that you exhibit, as well as the dexterity of skills that you bring forth in your action. ഇതൊക്കെയാണ് കർമ്മയോഗത്തിന്റെ ഫണ്ടമെന്റൽ. അതായത് യു ടോക്ക് അബൌട്ട് ഇൻ വളരെ സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ, ഒന്ന് സുപ്രീം മോട്ടിവേഷൻസ് പറഞ്ഞാൽ അൺസെൽഫിഷ് ആക്ടിവിറ്റി, സെൽഫിഷ്നെസ് ഇല്ലാത്ത ആക്ടിവിറ്റി, അൺസെൽഫിഷ് ആയിട്ടുള്ള ആക്ടിവിറ്റി. അത് പിന്നെ മനസ്സിന്റെ ഒരു സന്തുലിതാവസ്ഥ ആൻഡ് ചെയ്യുന്ന ജോലിയിലുള്ള ഒരു പ്രാവീണ്യം. അത് മൂന്നും ഈ സംഗതികളാണ് കർമ്മയോഗത്തിന്റെ ഫണ്ടമെന്റൽ ബേസിസ്. പുറമേയുള്ള ലോകത്തില് ഈ നമ്മളെ കർമ്മങ്ങൾ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, നമ്മളെങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ആണ് ഇതിൽ കാണിക്കുന്നത് കർമ്മയോഗം. ഈ കർമ്മയോഗത്തിൽ അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് നമ്മളുടെ മനസ്സിന്റെ റിഫൈൻമെന്റ് പ്രോസസ്സിലൂടെ ഇറ്റ് മേക്സ് us sort of visionaries or seer like ആവുന്നു, who are selfless, who are equanimous, who are equipoised and who are rooted in the joys of the inner self. നമ്മുടെ തത്വത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നു. അപ്പൊ അത് ശരിക്കും പറയുകയാണെങ്കിൽ കർമ്മത്തിലൂടെ നമ്മൾ ഭക്തിയിലേക്ക് വരികയാണ്. കർമ്മത്തിലുള്ള ഭക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആത്മശക്തിയോടുള്ള, ആത്മാവിനോടുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ ആ പ്രപഞ്ച ശക്തി, ഈശ്വരനോടുള്ള ഭക്തി അല്ലെങ്കിൽ ബ്രഹ്മത്തിനോടുള്ള ഭക്തി ആയി മാറുന്നു. ഇതൊക്കെ 2-ാം അധ്യായത്തിൽ സമ്മറൈസ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തുടങ്ങിയത് തന്നെ നമ്മളുടെ ആത്മാവ് ആരാണ്, എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഇനീഷ്യൽ ഇൻട്രൊഡക്ഷൻ ആണ് കൃഷ്ണൻ അർജുനന് കൊടുത്തത്. അതിൽ നിന്ന് ആ ആത്മതത്വത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ട് അവിടെ വർണ്ണിച്ചു. അങ്ങനെ ഈ ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് ആത്മതത്വത്തിൽ ഊന്നി മനസ്സിന്റെ പൂർണ്ണത കൈവരിച്ച് കർമ്മത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. സോ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ദ ഇന്നർ നേച്ചർ ഓഫ് ദ സെൽഫ് വാസ് ഇനിഷ്യലി ഗിവൺ ഇൻ ദ സെക്കൻഡ് ചാപ്റ്റർ, ആൻഡ് എ ട്രൂ നേച്ചർ ഓഫ് കർമ്മയോഗ ആസ് എ വിൻ-വിൻ ആറ്റിറ്റ്യൂഡ് ടു ഫുൾഫിൽ your goals and aspirations, and the refined nature of the mind that makes it possible. അപ്പൊ ആ ഭക്തി that revels the joys of the self, ആ ആത്മതത്വത്തിൽ ഇങ്ങനെ രവി പൂണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഭക്തി എന്ന് പറയുന്നത്. And the state of perfection that is achieved through that process. ഇങ്ങനെ നമ്മൾ ആ പെർഫെക്ഷനിലേക്ക് എത്തിച്ചേരുവാനായിട്ടുള്ള വഴികൾ, അതാണ് നമ്മൾ ഭഗവത്ഗീത, അതിനെയാണ് അവിടെ 2-ാം അധ്യായത്തിൽ സമ്മറൈസ് ചെയ്തത്. അപ്പൊ ഇത് മൂന്നും ചേർന്നുകൊണ്ടാണ് കർമ്മം, ഭക്തി, ജ്ഞാനം, ഇത് മൂന്നും ചേർന്ന് നമ്മളെ പെർഫെക്ഷൻ, സ്റ്റേറ്റ് ഓഫ് പെർഫെക്ഷനിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ അവസാനത്തെ 2 ശ്ലോകങ്ങളിൽ അത് പറഞ്ഞിരിക്കുന്നു. അത് ഈ പറയുന്ന 3 കാര്യങ്ങളെ കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ, അതായത് സെൻസ് ഒബ്ജക്ട്സ്, സെൻസസ് കൊണ്ട് നമ്മൾ ഒബ്ജക്ട്സ് ആയിട്ട് കണക്ട് ചെയ്യുന്നു, ബട്ട് വിത്ത് ദ മോട്ടിവേഷൻസ് ഫോർ ദ ജോയ്സ് ഓഫ് ദ സെൽഫ്, വിത്ത് ദ മൈൻഡ് equipoised and the steady intellect, and in the outside world performing in a state of flow or in the zone of selfless activities. അതാണ് സ്റ്റേറ്റ് ഓഫ് പെർഫെക്ഷൻ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ 2-ാം അധ്യായത്തിന്റെ ഒരു സമ്മറിയാണ് ഇപ്പൊ കാണുന്നത്. സമ്മറി ഓഫ് ദ സെക്കൻഡ് ചാപ്റ്റർ, വിച്ച് ഈസ് ദ സമ്മറി ഓഫ് ദ ഭഗവത്ഗീത. അപ്പൊ ഭഗവത്ഗീതയുടെ ഒരു സമ്മറി എളുപ്പത്തിൽ നമുക്ക് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരൊറ്റ പടത്തിൽ കാണിക്കാം. ദിസ് ഈസ് ഗീത. അത് നമുക്ക് ഇത് 2-ാമത്തെ അധ്യായത്തിലെ കഴിഞ്ഞപ്പോൾ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതിലെ ആ ആദ്യത്തെ സ്റ്റെപ്പ് കർമ്മയോഗ എന്ന് പറയുന്ന കർമ്മത്തിൽ ഏർപ്പെടുക, അത് ആദ്യത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ അവസാനത്തെ സ്റ്റെപ്പ് എന്നൊന്നും ശരിക്കും പറയാൻ വയ്യെങ്കിലും നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് ഞാൻ പറയാൻ കാരണം, അത് കൃഷ്ണൻ അർജുനന്റെ അടുത്ത് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുമ്പോൾ കർമ്മത്തിലേക്കാണ് ആദ്യം കയറിയത്. ഈവൻ ദോ ആത്മതത്വത്തിനെ പറ്റിയിട്ടാണ് 2-ാം അധ്യായത്തിൽ ആദ്യം പറഞ്ഞതെങ്കിലും കർമ്മത്തിലേക്കാണ് ഇവിടെ ആദ്യം കയറാൻ പോകുന്നത് 3-ാമത്തെ അധ്യായത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ, അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ കർമ്മം ചെയ്യുവാൻ എല്ലാവർക്കും സാധിക്കും. ഭക്തി അല്ലെങ്കിൽ ജ്ഞാനം എന്നൊക്കെ പറയുന്നത് അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. കർമ്മം ചെയ്യാൻ എല്ലാവരും ക്വാളിഫൈഡ് ആണ്. യു ജസ്റ്റ് സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കർമ്മയോഗമായിട്ട് വരണം എന്ന് വെച്ചതുകൊണ്ടായിരിക്കാം കർമ്മയോഗത്തിൽ 3, 4, 5, 6 ഒക്കെ കർമ്മത്തിന്റെ ആസ്പെക്റ്റുകളെ പറ്റിയിട്ട് കൃഷ്ണൻ അവിടെ
അർജുനന് ആദ്യം പറഞ്ഞു കൊടുത്തത്. അപ്പോൾ so we are going to, since we are going to start with the third chapter, definitely it is going to be കർമ്മയോഗ. അപ്പൊ ആ കർമ്മയോഗത്തില് എന്താണ് അൾട്ടിമേറ്റ്ലി പറയുന്നത്? ഇറ്റ് ഈസ് ഓൾ അബൌട്ട് സെൽഫ്ലെസ്നെസ് ഇൻ ആക്ഷൻ and with the appropriate attitudes. That is basically what the first step is, of the joys of the self combining with right attitudes to do your work. That is basically what karma yoga is. അങ്ങനെ ഈ സെൽഫ്ലെസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അതിന്റെ വേറെ മറ്റുള്ള ആസ്പെക്റ്റുകളാണ് പിന്നീട് വരുന്നത്. അത് സെൽഫ്ലെസ്നെസിന്റെ കൂടെ ഡെക്സ്റ്ററിറ്റി, ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ്, എക്സെട്ര, ഓൾ ദോസ് തിങ്സ്, അതൊക്കെ ഇനി പിന്നീട് സബ്സിക്വന്റ്ലി വരുന്നു. അപ്പൊ ആദ്യം ആറ്റിറ്റ്യൂഡ് വരണം. ഈ സെൽഫ്ലെസ്നെസ് എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ പറയും, നമ്മൾ നിസ്വാർത്ഥമായ സേവനം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ലെവലിലാണ് അതിനെ കാണുന്നത്. അത് പോരാ, ഗീതയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് നിസ്വാർത്ഥ സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ നിസ്വാർത്ഥ സേവനം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എഗെയിൻ അതിന്റെ എല്ലാ നോബുകളും നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ എല്ലാ ആസ്പെക്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ആസ്പെക്ട് മാത്രം എടുത്തിട്ട് നിസ്വാർത്ഥ സേവനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ പറയാം, എനിക്ക് എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ കുറെ ആൾക്കാർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു, എന്തെങ്കിലുമൊക്കെ വിചാരിക്കാം, സർവീസ് ആൾക്കാർക്ക്, അത് എല്ലാ ഞായറാഴ്ചയും കൊണ്ടുവന്നിട്ട് അവർക്ക് കൊടുക്കും. അത് നിസ്വാർത്ഥ സേവനമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് സർവീസ് അല്ലേ ചെയ്യണേ, അപ്പൊ നിസ്വാർത്ഥ സേവനമാണ് എന്ന് നമ്മൾ ധരിച്ചാൽ തെറ്റ്. കാരണം അതിന് ആ നിസ്വാർത്ഥ സേവനത്തിന്റെ പുറകിലുള്ള മാനസികാവസ്ഥ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പ്ലഗ് ചെയ്ത് ആ ആസ്പെക്റ്റുകളൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ശരിയായിട്ടുള്ള നിസ്വാർത്ഥ സേവനമായി മാറുന്നുള്ളൂ. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം പ്ലഗ് ചെയ്തിട്ടേ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറയാനും പാടില്ല. അതുകൊണ്ടാണ് ആദ്യം മുതൽ ചെറിയ 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 ആസ്പെക്റ്റിലൂടെ, ഈവൻ ഇഫ് ഇറ്റ് ഈസ് സെൽഫിഷ്, അതൊക്കെ തുടങ്ങണം. തുടങ്ങി അതിന്റെ സെൽഫിഷ്നെസ്സിനെ മാറ്റി നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഒരു ആക്ഷൻ ആക്കി മാറ്റാൻ സാധിക്കും. ഏത് മാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ്സില് പാല്, ചെളിവെള്ളം നിറച്ചിട്ട് കലക്കി പാല് ഒരു ഗ്ലാസ്സിൽ വെച്ചു വിചാരിക്കുക. എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് പാൽ ഒഴിച്ചുകൊണ്ടേയിരിക്കുക. ഒഴിച്ചൊഴിച്ച് കുറേ പാൽ അതിന്റെ ഉള്ളിലേക്ക് ഒഴുക്കി കഴിയുമ്പോൾ ആ ഗ്ലാസ് പാല് പിന്നീട് ചളിവെള്ളമായിരുന്ന ചളിപ്പാലായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ അത് ശരിക്കുള്ള പാലായിട്ടുണ്ടാവും, പ്യുവർ പാലായി മാറിയിട്ടുണ്ടാവും. അതുമാതിരി നമ്മളുടെ ആക്ഷൻസിൽ സെൽഫിഷ്നെസ് ഉണ്ടെങ്കിലും അത് ചെയ്ത് ആ സെൽഫിഷ്നെസ് പതുക്കെ പോവും. എന്നിട്ട് we will become pure like the milk, because that selflessness is being poured into that selfish mind and the mind becomes pure. ആ ഒരു അനാലജി ഉപയോഗിച്ചുകൊണ്ട് വേണം നമുക്ക് ഇതിലേക്ക് കാണാൻ. അങ്ങനെയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലേക്ക് കടന്ന് അവസാനം പ്യുവർ പാലായി മാറുമ്പോൾ യു ഐഡന്റിഫൈ വിത്ത് സെൽഫ്ലെസ്നെസ്. ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറുന്നു, സെൽഫ്ലെസ് ആയി മാറുന്നു ഓട്ടോമാറ്റിക്കലി. പിന്നെ നമുക്ക് സെൽഫിഷ് ആയിട്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു സംഗതിയും സെൽഫിഷ് ആയിട്ട് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പൊ നേരത്തെ അങ്ങനെ ആയിരിക്കില്ല, ഒരു സംഗതിയും സെൽഫ്ലെസ് ആയിട്ട് ചിന്തിക്കാൻ പറ്റില്ല എന്നായിരിക്കും. ഒക്കെ സ്വാർത്ഥ ചിന്തകളോട് മൂത്തി മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളൊരു അവസ്ഥ നമുക്ക് വളരെ എളുപ്പത്തിൽ ആലോചിച്ചാൽ പറയാൻ പറ്റും, അല്ലെ? ഒരാൾക്ക് ബുദ്ധിമുട്ടില്ല, ശരിയാണെന്ന് പറയും. നേരെ മറിച്ച് ഞാൻ പറയണ, യാതൊരു വിധത്തിലുള്ള സ്വാർത്ഥ ചിന്തയും ഇല്ലാണ്ട് നിസ്വാർത്ഥമായിട്ട് മാത്രം ചിന്തിക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് സംശയം പ്രകടിപ്പിക്കും. കാരണം നമ്മളൊക്കെ നാച്ചുറലി അങ്ങനെ ആയിപ്പോയി. ഈവൻ ദോ സെൽഫ്ലെസ് ആണ് നമ്മളൊക്കെ, സെൽഫാണ് നമ്മള്, പക്ഷേ നമ്മളുടെ മനസ്സും ബുദ്ധിയും ഒക്കെ ഇങ്ങനെ ഇവോൾവ് ചെയ്ത് നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് നമ്മള് നിസ്വാർത്ഥന്മാരല്ല എന്നുള്ളൊരു അവസ്ഥയിലാണ്. അതായത് നമുക്ക് തന്നെ സംശയം, നമുക്ക് നിസ്വാർത്ഥമായിട്ട് ചിന്തിക്കാൻ പറ്റുമെന്ന് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചേർത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അത് മാറി ഈ പറയുന്ന ചിന്തിക്കുന്നതൊക്കെ പ്രവർത്തിക്കുന്നതൊക്കെ എല്ലാം നിസ്വാർത്ഥതയിലേക്ക് മാറുന്ന ഒരവസ്ഥ. അതാണ് ഐഡന്റിഫിക്കേഷൻ വിത്ത് സെൽഫ്ലെസ് ആക്ഷൻ എന്ന്. അപ്പൊ ആ കർമ്മയോഗി എന്ന് പറയുന്ന ഒരാള്, ആ യോഗി അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ സ്ട്രാൻഡുകൾ, പാറ്റേൺസ്. ഓക്കെ, നമ്മുടെ പാറ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഐ വിൽ കോൾ ഇറ്റ് ആസ് ദ പാറ്റേൺസ് ഓഫ് സെൽഫ്ലെസ്നെസ്, ഓഫ് പാറ്റേൺസ് ഓഫ് സ്ട്രാറ്റജീസ് ടു ഐഡന്റിഫൈ വിത്ത് സെൽഫ്ലെസ്നെസ്. അതാണ്, ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് വി ആർ ഗോയിങ് ടു സീ. അത് ഭഗവത്ഗീതയിൽ നമ്മളിങ്ങനെ വലിച്ചെടുക്കാൻ പോവാം പാറ്റേൺസ്. കാണുമ്പോൾ നമുക്ക് കർമ്മയോഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഒരു തുണിയിൽ പ്രിന്റ് ചെയ്ത നല്ല ഭംഗിയുള്ള പടമായിട്ട് കർമ്മയോഗ നമുക്ക് തൂക്കിയിട്ട് തന്നിട്ടുണ്ട് കർമ്മം. പക്ഷേ അതിന്റെ ഈ ഇഴകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ശരിക്കും അത് കർമ്മയോഗ എങ്ങനെയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിന്റെ ഇഴ മാറ്റി ഓരോന്നായിട്ട് നോക്കി ഫണ്ടമെന്റൽ പാറ്റേൺസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ പറ്റുകയാണെങ്കിൽ
then we will be reaching that state of identification with selflessness, which is the root of karma yoga. അപ്പൊ അതിലേക്ക് കിടക്കാൻ അതിന്റെ സമ്മറിയാണ് ഇപ്പൊ ഇവിടെ കണ്ടത്. ഭഗവത്ഗീതയുടെ ഹോൾ സമ്മറി that is being shown there, which is the summary that is given in the second chapter of Bhagavad Gita. ഇനി നമുക്ക് അവിടെ നിന്ന് മുമ്പോട്ട് പോകാം. അപ്പൊ അതിന്റെ നമുക്ക് ഒന്നും കൂടെ ഒരു നട്ട്ഷെല്ലിന്റെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാല് നട്ട്ഷെല്ലിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കർമ്മയോഗത്തിന്റെ and Bhagavad Gita, the whole of Bhagavad Gita in a nutshell. Do your work, duties. But just doing that is not enough. We start getting inspired with that work. Be inspired. And how do you get inspired with it? After a process, you will actually start identifying with that work, knowing the in and out of what you are doing. All the reasons, rationale behind, logic behind, the theory behind, the practice behind, everything. You identify with it. You become that. So do your work, be inspired, and identify with it. ഇതാണ് ഇൻ സിമ്പിൾ. ഇപ്പൊ നമ്മൾ ഒരു വലിയ 72 ശ്ലോകങ്ങളിൽ ഭഗവത്ഗീത സമറൈസ് ചെയ്തു കൃഷ്ണൻ. അത് നമുക്ക് വെറും 3 മറ്റേ ഫ്രേസസിൽ നമുക്ക് ഇത് ചെയ്യാം. ബേസിക്കലി 3, 6, 8 വാക്കുകളിൽ ഭഗവത്ഗീത സമറൈസ് ചെയ്യുകയാണെങ്കിൽ ഭഗവത്ഗീത in 8 words. What is it? Do your work, be inspired, identify with it. That's it. അതിനുള്ള പ്രോസസ്സസ് ആണ്. അപ്പൊ ആ ഡു യുവർ വർക്ക് എന്ന് പറയുന്ന ഫസ്റ്റ് സാധനം കർമ്മയോഗം, അത് is now going to be elaborated. അപ്പൊ നമ്മൾ പണ്ടെങ്ങാണ്ടോ ഐൻസ്റ്റൈൻ ആയിട്ടോ പറഞ്ഞ മാതിരി ഡു യുവർ വർക്ക്, ബി ഇൻസ്പയർഡ്, ഐഡന്റിഫൈ വിത്ത് ഇറ്റ് ഈസ് ഭഗവത്ഗീത. റെസ്റ്റ് ആർ ഡീറ്റെയിൽസ്. 700 ശ്ലോകങ്ങൾ ഉണ്ടാവാം, പക്ഷെ ഭഗവത്ഗീത എന്താണ്? These 3 lines and the rest are details. So we will get into the details. Third chapter. അപ്പൊ ഇതില് ഈ third chapterല് what we are going to see as again the same strategy that Krishna used on Arjuna. രണ്ടാമത്തെ അധ്യായത്തില് ഹോൾ ഓഫ് 700 ശ്ലോകങ്ങളുടെയും ഒരു സമ്മറി അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ ഫുൾ സമ്മറി കാണിച്ചു കൊടുത്ത മാതിരി ഇവിടെ ഒരു 146 ശ്ലോകങ്ങളുടെ 3-ാം അധ്യായം അതിൽ നമ്മൾ എന്തൊക്കെയാ കാണാൻ പോകണം എന്നുള്ളത് ജസ്റ്റ് ഐ ആം ജസ്റ്റ് ഗിവിംഗ് ഫസ്റ്റ് ഓവർവ്യൂ. വി ആർ ഗോയിങ് ടു സീ the importance of duty, nature and type of work, the attitude of cooperation, yajna bhava, the attitude of sacrifice and dedication, tyaga and samarpana bhava, the sense of detachment, that is actually part of tyaga, and the sense of gratitude, which is actually a mixture of yajna bhava and tyaga bhava combined, and the attitude of dedication, samarpana bhava, the attitude of accept and move forward, which is prasada bhava, then characteristics of leaders and what constitute the process of leadership, pathway to success, and how to control selfishness and anger so that your success can be stamped tight. How to control selfishness and anger. ഇത്രയാണ് ഈ 3-ാമത്തെ അധ്യായത്തിൽ കവർ ചെയ്യുന്നത്. And we will also see applications, which I call as I focus, which is strategies for success linked to the bhavas, yajna tyaga samarpana prasada bhavas, and prescriptions for a dynamic living. But the applications we will see in അതിന്റെ സ്ട്രാൻഡുകൾ എടുത്ത് നമുക്ക് കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കാം as we go forward. So importance of duty. അവിടെ ആദ്യം തുടക്കം ഫസ്റ്റ് ആദ്യത്തെ 2 ശ്ലോകങ്ങൾ അർജുനൻ ശ്രീകൃഷ്ണന്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒന്ന്, if you consider that knowledge is superior to action, why should you ask me to engage in this horrific act of war? Through your equivocal eloquence. അതായത് 2 കാര്യങ്ങളെയും പറ്റിയിട്ടോ അല്ലെങ്കിൽ 3 കാര്യങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരു സാധനം അല്ല പറയണേ, ഒരു 2-3 സംഗതികൾ പറഞ്ഞു, എല്ലാം നല്ലതാണെന്നും പറഞ്ഞു. അതാണ് ആ equivocal eloquence. You seem to confuse me, therefore please enlighten me with the definite option that can lead me to perfection.
അപ്പൊ ആ ആത്മതത്വത്തിലായിട്ട് എനിക്ക് യുണൈറ്റ് ചെയ്യാൻ, സെൽഫിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള വഴി എന്താണെന്നാണ് ചോദിക്കണേ. അതിന് കർമ്മം, ജ്ഞാനം, ആദ്യം പറഞ്ഞ് ജ്ഞാനം വലുതാണെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ കർമ്മം ചെയ്യിപ്പിക്കണേ എന്നുള്ള ചോദ്യത്തിൽ അങ്ങനെയായിട്ട് നമ്മളൊരു കാണുമ്പോൾ ഈ ആത്മാവിന്റെ ഗുണഗണങ്ങളെയൊക്കെ പറ്റി പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്തിനാ പിന്നെ ഈ പറയുന്ന യുദ്ധമൊക്കെ ചെയ്ത് അവരെ കൊല്ലണയൊക്കെ എന്തിനാന്നുള്ള അർത്ഥത്തിലായിരിക്കും ആണ് ചോദിക്കണേന്ന് നമ്മൾ തോന്നും. അങ്ങനെയല്ല. ഇതിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു സിനേറിയോ മാത്രമാണ്. ഇവിടെ there are lots of other things involved and there is a confusion. അപ്പൊ നമുക്ക് അതിന്റെ why did that question after all arose in Arjuna's mind എന്നുള്ളത് തന്നെ നമ്മൾ ആലോചിക്കണം. ഇപ്പൊ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കാം. നമ്മളിപ്പോ 1-ാം അധ്യായം കണ്ടു, അല്ല 2-ാമത്തെ അധ്യായം കണ്ടു. ഇവിടെ ശ്രീകൃഷ്ണൻ എന്താണ് പറഞ്ഞത്? നമ്മുടെ അടുത്ത് ശ്രീകൃഷ്ണൻ പറഞ്ഞത് നോളജ്, ജ്ഞാനം ആണ് നമുക്ക് വേണ്ടത്, അത് മാത്രം മതി എന്നാണോ പറഞ്ഞത് എന്ന് നമുക്ക് തോന്നുമോ ഇത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ? തോന്നില്ലായിരിക്കാം. കാരണം നമ്മൾ കുറെ ഇതിനെ എന്താ പറയാ, ഈഗിൾ ഐ വ്യൂവിൽ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കാണുകയും ഒക്കെ ചെയ്തു 2-ാം അധ്യായത്തിൽ. അപ്പൊ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് എപ്പോ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ശ്രീകൃഷ്ണൻ അർജുനനും യുദ്ധത്തിന്റെ ഭൂമിയിൽ നിൽക്കുമ്പോൾ അവിടെ മേ ബി he did not have the facilities to project a picture on things like that to show അർജുന. അപ്പൊ അർജുനൻ ഇങ്ങനെ 72 ശ്ലോകങ്ങൾ ചൊല്ലിക്കൊടുത്തു. അത് ഇങ്ങനെ ചെല്ലി വന്നു. അവസാനം എത്തി ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അർജുനന്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന കാര്യങ്ങൾ മാത്രം ആലോചിച്ചുകൊണ്ടിട്ടുള്ള ചോദ്യമാണ് അവിടെ ഉണ്ടായത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? അതിന്റെ റീസൺ മുതൽ നമുക്ക് ശരിക്കും നോക്കണം. അതെന്താ? ദിസ് ഇസ് ദ റീസൺ. റീസൺ ഇസ് ദാറ്റ് നമ്മളുടെ മെമ്മറി is that device that works in that fashion. What is that? There is this primacy effect and recency effect എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മളിപ്പോ ഒരു ലെക്ചറിന് പോയിരുന്നു, ഒരു 1.5 hour ലെക്ചർ. എന്നിട്ട് അവിടെ പോയി ഇരുന്നിട്ട് വിത്ത് ലോട്ട്സ് ഓഫ് ടെൻഷൻസ് ഇൻ അവർ മൈൻഡ്. ഓക്കെ, വെറുതെ വളരെ ഇതൊക്കെ 1.5 മണിക്കൂർ ഫോക്കസ് ചെയ്തിന്റെ ആണെന്ന് പറഞ്ഞിട്ട് പോയി ഇരിക്കുന്ന ഒരാളല്ല. I'm going there and sitting, and at the same time I am being bombarded with mental agitations എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഞാൻ അവിടെ പോയി ഇരിക്കണേ എന്ന് വിചാരിക്കുക. 1.5 മണിക്കൂർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് അതവിടെ ഇരുന്ന് കേട്ടു. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് എന്താ എന്ന് കേട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the chances are that you will remember the things that the speaker started with and also probably the things that he ended with. Chances are അങ്ങനെയാണ് നമുക്ക് ഉണ്ടാവും. ഏത് ബ്രെയിനും അങ്ങനെ ആയിരിക്കും വർക്ക് ചെയ്യുക. വളരെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നവർ ചിലപ്പോൾ നോട്ട്സ് ഒക്കെ എഴുതുന്നവരാണെങ്കിൽ ചിലപ്പോൾ എല്ലാം ഓർമ്മ ഒന്നും വരും. അതല്ല ഞാൻ പറഞ്ഞത്. ഒരു നോർമൽ അർജുനന്റെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. he was agitated and I am sure all of us who are not focused, agitated ആയിട്ട് അവിടെ ഇരുന്ന് ഒരു ലെക്ചർ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന സംഭവം ഇതാ. പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞത് കുറച്ച് ഓർമ്മ വരും, അവസാനം പറഞ്ഞത് ഓർമ്മ വരും. ഇവിടെ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? 2-ാം അധ്യായത്തില് കൃഷ്ണൻ ജ്ഞാനത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അവസാനത്തെ 2 ശ്ലോകങ്ങൾ എന്തായിരുന്നു? അത് ജ്ഞാനം തന്നെയാണ്, ജ്ഞാനത്തിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോ അർജുനന്റെ മനസ്സില് കൃഷ്ണൻ ജ്ഞാനമാണ് പറഞ്ഞത് എന്നുള്ളതാണ് ബോധത്തിൽ വീണിട്ടുള്ളൂ. കൃഷ്ണന് അവിടെ അർജുനന് അപ്പോൾ അവിടെ സംശയമായി. അതിന്റെ ഇടയിൽ എന്തോ കർമ്മത്തിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ കൃഷ്ണൻ. അയ്യോ, ഞാൻ കേട്ടില്ല ശരിക്കും. അപ്പൊ എല്ലാം ജ്ഞാനത്തിനെ പറ്റിയാ പറഞ്ഞത്. അപ്പൊ കൃഷ്ണൻ എന്താ വൈ യു ആർ ടോക്കിംഗ് അബൌട്ട് ജ്ഞാന ആൻഡ് ദെൻ ആസ്ക് മീ ടു ഡു ദിസ് വർക്ക് എന്നുള്ള ചോദ്യം വന്നു എന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു. Natural, that is a natural process. So primacy effect and recency effect is a problem of any brain, and Arjuna's brain was also inflicted by that issue. ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അത് നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാം വേറെ പല തരത്തിൽ. അത് നമ്മൾ ഓഫ് കോഴ്സ് ദാറ്റ് ഇസ് നോട്ട് അവർ സബ്ജക്ട് മാറ്റർ ആണ്. ബട്ട് അതർവൈസ് എനി ബ്രെയിൻ ഹാസ് ദിസ് ഇഫക്ട് and therefore your memories are affected like that. Appo adine just to complete that, the psychology of learning suggests that nammude brain, the memory power okke namukku sadharana engane undavunna onnu beginning il ullathu primacy effect, adyam ketta sangathikal, pinne end il ketta recency effect, etto avasanam kettathu recent aayittu kettathu, that is at the end. So primacy and recency. പിന്നെ അതിന്റെ ഇടയിലുള്ള സ്പേസിൽ ഉള്ള മെമ്മറി നമ്മുടെ കുറഞ്ഞ് ഇടയ്ക്ക് വെച്ച് നമ്മൾ ഉറങ്ങിപ്പോയി. നടുവിൽ വെച്ചിട്ട്, സ്പീച്ചിന്റെ നടുവിൽ വെച്ചിട്ട് നമ്മൾ ഉറങ്ങി, ഡോസ്ഡ് ഓഫ് ഓർ വാട്ട് എവർ യുനോ, ആൻഡ് ഓർ വി കംപ്ലീറ്റ്ലി ഗോട്ട് ഇമേഴ്സ്ഡ് ഇൻ ദ പ്രോബ്ലം ദാറ്റ് ഐ എം ഹാവിങ്. മനസ്സിൽ അതിന്റെ നല്ല കംപ്ലീറ്റ് ഫോക്കസ് അങ്ങോട്ട് പോയി. അപ്പൊ ഇവിടെ പറഞ്ഞ ഒന്നും കേട്ടില്ല. അപ്പൊ മെമ്മറി പവർ അവിടെ നിന്ന് റിട്ടൈൻ ചെയ്യാൻ പറ്റില്ല. അതാണ് ആ കേർവിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ then there are things that when it is associated with something you will remember. സഡൻ നമുക്ക് ഇഷ്ടമുള്ള സംഗതികളായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ പലതിലും നമുക്ക് കാണാം. കാരണം മറ്റേ ഇപ്പൊ അതിലിപ്പോ
പല സംഗതികളും അർജുനന്റെ അടുത്ത് കൃഷ്ണൻ സെൽഫിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരുപാട് സംഗതികൾ പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞ് കണക്ട് ചെയ്തു. മരിക്കില്ല, വെള്ളം കൊണ്ട് തുറച്ചില്ല, ഇതൊക്കെ ചിലപ്പോൾ മനസ്സിന്റെ ഉള്ളിൽ ബിക്കോസ് ഓഫ് ദി അസോസിയേഷൻ ദാറ്റ് വാസ് അപ്ലൈഡ് probably would be strikingly what you call recollectable ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം. എംഫസൈസ് ചെയ്ത പോയിന്റ്സ് ആൻഡ് അപ്പീലിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് തിങ്സ് ഒക്കെ നമുക്ക് ഓർമ്മ വരാം. ദാറ്റ് ഈസ് ഡിസൈഡ് ദ പോയിന്റ്. ഇപ്പൊ ഞാനൊന്ന് ജസ്റ്റ് അത് കംപ്ലീഷൻ സേക്കിൽ ആ സൈക്കോളജി ഓഫ് ലേണിംഗ് കൂടെ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള സംഗതികളാണ് പ്രൈമസി ആൻഡ് റീസൻസി ഇഫക്ട്. ദിസ് പ്രൈമസി ഇഫക്ട് ആൻഡ് ദ റീസൻസി ഇഫക്ട് വുഡ് ഹാവ് അഫക്റ്റഡ് അർജുന ടു ആസ്ക് ഹിം ദിസ് ക്വസ്റ്റ്യൻ, ടു ആസ്ക് കൃഷ്ണ ദിസ് ക്വസ്റ്റ്യൻ. അപ്പൊ അത് ആണ് ഇവിടെ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അത് എന്തുകൊണ്ട് അങ്ങനെ അർജുനൻ ചോദിച്ചു എന്നുള്ളതും ഈസ് ഓൾസോ സെക്കൻഡറി, ബട്ട് ലെറ്റ് us because we are in the 21st century, let us understand that. And we will എന്താ പറയാ, now the ചോദ്യം, the question that is അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. അപ്പൊ കൃഷ്ണൻ സ്റ്റാർട്ട് ചെയ്ത്, അപ്പൊ കൃഷ്ണൻ ഈ പറയണത് കേട്ടോളൂ. ശരിക്കും പറയുമ്പോൾ അതിന്റെ പല ആസ്പെക്റ്റുകളുണ്ട്. ഒന്ന്, in the previous chapter 2 parts were talked about. അവിടെ പറ, അപ്പൊ അർജുനൻ കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ്. 2 parts were talked about. The path of knowledge for those blessed with the power of thinking, and the path of action for those who are dynamic in action. ഇങ്ങനെയുണ്ട്. വളരെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പാത്ത് ഓഫ് ആക്ഷൻ, തിങ്കിങ് തോട്ട് പവേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പാത്ത് ഓഫ് നോളജ് ആവാം എന്ന്. അത് എളുപ്പത്തിൽ, അത് ഫസ്റ്റ് സമ്മറിയാണ്. അത് കഴിഞ്ഞിട്ടില്ല അവിടെ. It didn't stop there. That is not the final word. Through inaction, if you don't do anything, through inaction, you do not become actionless ആവുന്നില്ല. വെറുതെ ഇരുന്നുകൊണ്ട് നിങ്ങൾ കർമ്മം ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അതായത് ഞാൻ ജ്ഞാനിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആക്ച്വലി യു ആർ ഡൂയിങ് ആക്ഷൻ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. Nor do you become perfect through renouncing actions. ഇത് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ you will not become perfect, or അതും ആവാൻ പറ്റില്ല. Now he is actually going into the details. You cannot remain idle even for a moment, because the forces of nature impel you to work. നമ്മുടെ ഉള്ളില് നമ്മളുടെ സത്വരജസ് തമോ ഗുണങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഡീറ്റെയിൽസ് പിന്നീട്. ആ സത്വരജസ് ഗുണങ്ങള് മനസ്സിന്റെ ബുദ്ധിയുടെയും ശരീരത്തിന്റെയും ഒക്കെ ഗുണങ്ങളിൽ പ്രതിഷ്ഠിതമായിട്ടുള്ള മനസ്സ്, ബുദ്ധി, ശരീരം. നാച്ചുറലി ആ ഗുണങ്ങള് ആ മനസ്സ്, ബുദ്ധി, ശരീരത്തിലൂടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ അത് പ്രവൃത്തിയാണ്. ഇപ്പൊ ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ പോവാൻ പോവാണ് എന്ന് പറയുന്ന ചിന്ത തന്നെ ഒരു പ്രവൃത്തിയാണ്. Restraining the organs of action, if you remain with your mind set on objects of pleasure, you are considered a hypocrite or a flake. അപ്പൊ അത് ഫ്ലേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ a person of odd or whimsical habits എന്നൊക്കെയാണ്. അതായത് പിന്നെ എന്തൊക്കെയൊക്കെ ചെയ്യും, പറയണ പോലെ അല്ല പ്രവർത്തിക്കുന്നത്. ചെപ്പിനിട്ട് ചെസ്താര എന്നൊക്കെ പറയുന്നത് തെലുങ്കിൽ ഒരു ഇങ്ങനെയുള്ള ഒരാളായിട്ട് മാറുന്നു. But if you control your selfish perceptions by your own mind, അപ്പൊ നമ്മുടെ സെൽഫിഷ് ആയിട്ടുള്ള എൻ്റെ ആഗ്രഹങ്ങള്, എൻ്റെ ചിന്ത, ആ ചിന്തയ്ക്ക് അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടി ആ ഒരു ഓറിയന്റേഷൻ കൺട്രോൾ ചെയ്തിട്ട്, then your mind and let your organs of action engage in work. അങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ ആക്ഷൻ ഓർഗൻസ് വെച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ you will start excelling എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഓൾറെഡി ആ ആക്ഷൻ ചെയ്യുന്നതിലുള്ള തോട്ട് പ്രോസസ്സിനെ പറ്റിയിട്ടാണ് കൃഷ്ണൻ പറയുന്നത്. which means what? The action is conjoined with knowledge. അപ്പൊ അത് അതിന്റെ ട്രേസസ് അവിടെ കാണുന്നുണ്ട്. You must perform rightful duties. You should understand what your rightful duties are, because action is superior to inaction. For even the maintenance of your body would not be possible through remaining idle. Idle ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ തന്നെ പറ്റില്ല. അപ്പൊ പിന്നെ എന്താ എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ഡ്യൂട്ടിയുടെ ഒരു ഇനീഷ്യൽ സമ്മറി അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതില് അവിടെ ഇതിനെ പറ്റിയിട്ട് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്ന ഒരു ലോജിക് ഉണ്ട്. ആ ലോജിക് ഞാൻ അവിടെ കാണിക്കാം. അത് വിൽ തിങ്ക് അബൌട്ട് ദാറ്റ്. ഡിവോഷൻ ടു ആക്ഷൻ ഇസ് എ മീൻസ് ടു എൻഡ്, നോട്ട് directly, but only as leading to devotion to knowledge, whereas the latter, that is the knowledge which is attained by means of devotion in action, leads to the goal directly without extraneous help. അപ്പൊ അവിടെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതികളാണ്. അതായത് വൺ ഈസ് ഡിവോഷൻ ടു ആക്ഷൻ, കർമ്മം.
മറ്റത് ഡിവോഷൻ ടു നോളജ്, ജ്ഞാനത്തിനോടുള്ള ഭക്തിയും കർമ്മത്തിനോടുള്ള ഭക്തിയും ഇത് രണ്ടും കമ്പൈൻ ചെയ്യണം എന്നാ പറയുന്നത്. അപ്പൊ അവിടെ സത്യത്തിൽ പറഞ്ഞ 3 സംഗതികൾ വരുന്നുണ്ട്: ആക്ഷൻ, നോളജ് ആൻഡ് ഡിവോഷൻ. സോ ദാറ്റ് ഈസ് വെരി ക്ലിയർ. അത് കൃഷ്ണൻ അവിടെ പറഞ്ഞത് എന്താണ് എന്നുള്ളത് അവിടെ ക്ലിയർ ആയി കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ഗോളിലേക്ക് പോകാൻ 2 വഴികളാണെന്നുള്ളത്: നോളജ് ആൻഡ് ആക്ഷൻ. Devotion to knowledge alone may not help you to reach the goal, and devotion to action also will not help you to reach the goal. But then there is a connecting thing that is required, which is inspiration in action and inspiration of knowledge. Then what happens is the route is clear. Action, you will reach knowledge and the world. So that is basically the process. This is the process that Gita is teaching us. ഇത് എല്ലാം ഇതിപ്പോ നമ്മളെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഗ്രോത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. യു ടേക്ക് എനിത്തിങ് ഇൻ ദിസ് വേൾഡ്, ഇൻ ദ മെറ്റീരിയൽ വേൾഡ്, ഇഫ് യു വാണ്ട് ടു ബി സക്സസ്ഫുൾ, ഫുൾഫിൽഡ്, you need to have this. You need to have that knowledge first. Of course, you need to, if you don't have the knowledge also, no problem. Start working, start acting, start doing things, and doing, getting inspired, becoming devoted to it becomes devotion to action. And immediately the thirst for knowledge comes in and you will hit knowledge, and therefore the goal will be reached. Practically, you can see that. And this is basically what is happening. അപ്പൊ ഇത് തന്നെയാണ് രണ്ടാമത്തെ അധ്യായത്തിൽ സമ്മറിയിൽ പറഞ്ഞു. ഇവിടെ it requires you to be, a steady person of what? No likes and dislikes, etc. That peace and tranquility that we have to reach through becoming steady in intellect is required. അപ്പൊ ഇത് ആ ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. സ്റ്റഡി ഇന്റലക്റ്റിലേക്ക് എത്തുന്നതിന്റെ ആവശ്യകത. അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ ഈ സ്റ്റഡി ഇന്റലക്റ്റിൽ എത്താനായിട്ടുള്ള വഴി എന്താണ്? അൾട്ടിമേറ്റ്ലി ദാറ്റ് സ്റ്റഡിനെസ് ഈസ് ഒബ്റ്റെയിൻഡ് ത്രൂ ദ നോളജ് ഓഫ് ദ ഇൻഫിനിറ്റ് സെൽഫ്, ദ സെൽഫ്, ദ പവർ ദാറ്റ് ഈസ് വിത്തിൻ us. അതിലേക്ക് എത്തിച്ചേരണം, നമ്മൾ ചേരും. അത് ദാറ്റ് നോളജ് ഈസ് വാട്ട് സ്റ്റഡീസ് അവർ BMI, and therefore the way our outlook to the outside world. Oh, ഒരു ഉപമ പറയുകയാണെങ്കിൽ it is like this. It is like this. നമ്മുടെ കാറിനൊക്കെ we have a shock absorber. The first case shock absorber ഇല്ലാത്ത കാർ. Whatever you do, all the limitations of your BMI will be reflected in your actions, and you are hope and despair എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കും. The moment you fit 2 shock absorbers, the knowledge of the self, then you are protected. Your BMI becomes steady, and your limitations are gone. That shock absorber of the knowledge of the self is what is required. This knowledge of the self is providing you the shock absorber to face the world and all the turmoils of the world, like the ups and downs and sorrows and happinesses and victories and defeats. If without the shock absorber of knowledge of the self, you will be tossed up and down and will be crying around, running around mad. But the moment you fit the shock absorber of the knowledge of the self, your BMI, the body of the car, will be steady, whatever be the condition of the road. So that's basically, this is basically what we should understand. We should understand that we need to fit shock absorbers within us. Shock absorber of the knowledge of the self that will come, and through acting selflessly and creating a devotion for the work, as well as then slowly entering them into that knowledge and then being devoted to that knowledge. നമ്മളിപ്പോ സെൽഫ് ഐ ആം സെൽഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. പക്ഷേ യു മസ്റ്റ് ബിക്കം റിയലി ഡിവോട്ടഡ് ടു ദാറ്റ് സെൽഫ്, ഡിവോഷൻ ടു നോളജ്. And when you reach that devotion to knowledge, only then will that shock absorber be fully conditioned. And that is basically the status that you should reach. Okay, so going ahead. Actions, all your actions affect your BMI also. And the BMI, actions, BMI to work, you are getting entangled and in the working world of selfishness.
But what is required is for you to have the knowledge. It is not just through work that the BMI has to be conditioned, but through also knowledge. Self conditioning your BMI and reaching selflessness is what is required. In fact, if we look at it in a completely different perspective of this, it is like this. It is something which will be coming up later on also. People engaging in existing capabilities. നമ്മുടെ ഉള്ളില് നമുക്കറിയാവുന്ന കാര്യങ്ങൾ, എനിക്കറിയാവുന്ന സംഗതികൾ അതിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? You know the actions and BMI are integrated through work. I know the work I'm doing, I've been doing it, I know, I experienced that. And I know the BMI, so therefore I am actually knowing the BMI only, and then working. I know my BMI, I know this is it, I can do only this. ഇതാണ് ഞാൻ അങ്ങനെയാണ്, പിന്നെന്താ ചെയ്യുക എന്ന് പറയുന്ന കണ്ടീഷനാണ് സെൽഫിഷ്നെസ് എന്ന് പറയുന്നത്. അത് because all our actions are based on your knowledge of the BMI. That's it. Change that and make it, your actions should be based on the knowledge of the self and not the BMI. When you know the self, then what happens is the self can be used to change the BMI. That is the state of selflessness. But that is people engaged in developing new capabilities. You are confident, you are always looking forward, you are positive, and you are keeping on learning, continuous learning process. And you know that something, if you don't know something, I know that, yeah, I know I don't know it because my BMI is in the current status ignorant of those things. No, but doesn't mean anything because I have a superior power sitting inside me which can change my BMI so that this new knowledge can become mine. And therefore, that is that attitude of selflessness. അപ്പൊ നമ്മൾ ആ സെൽഫ്ലെസ്നെസ് എന്നൊക്കെ പറയുന്നത് വെറും സൂപ്പർഫിഷ്യൽ ലെവലിലുള്ള സ്വാർത്ഥതയും നിസ്വാർത്ഥതയും ഒക്കെ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിമിറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. No, yes, all those things are also in the ambit of this, but you should understand even the nicer strains of this knowledge, and then you will change the world that you create. You will change the world that you create, and therefore the things that you get back from the world also will change. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. That is basically what ഇതിൽ നിന്ന് നമ്മൾ ഈ കർമ്മയോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് അതൊക്കെ. So this is basically the people engaged with existing capabilities and people engaged in developing new capabilities. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെൽഫ് രണ്ടിനെ ഹെൽപ്പ് ചെയ്യും. People engaged with existing capabilities, self will help you, and people engaged in developing new capabilities, self will help you. അത് 9ാമത്തെ അധ്യായത്തില് കൃഷ്ണൻ അർജുനന് പ്രോമിസറി നോട്ട് എഴുതി കൊടുക്കണമുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അല്ലെ, യോഗക്ഷേമം വഹാമി അഹം എന്ന് പറഞ്ഞിട്ടാണ് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തത്. അതിന് വരുന്നുണ്ട് യോഗം, പുതിയതായിട്ടുള്ള കേപ്പബിലിറ്റീസുമായിട്ട് യുണൈറ്റഡ് ആവാനായിട്ടുള്ള ജോലികൾ, യോഗ, ആൻഡ് ക്ഷേമം to enhance and nurture and enhance the existing capabilities. ഇതിൽ രണ്ടിനും the same self is coming out and helping you, and the self has promised that I will help you if you have put in the self effort for doing these things, which means that your BMI will be shaped according to how you want it shaped. And the self has promised that I will give you in 9:26. 9ാമത്തെ അധ്യായത്തില് 26ാമത്തെ ശ്ലോകത്തില് അവിടെ പറയുന്നുണ്ട്, അനന്യാസ് ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമി അഹം എന്ന് പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്യുന്ന ആ സെൻട്രൽ പീസ് ഓഫ് ഭഗവത്ഗീത. അപ്പൊ അവിടേക്ക് then we'll come in the 9th chapter. അതിന് മുമ്പ് അതിന്റെ കണക്ഷൻ ഞാൻ ഇവിടെ ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രം. ഇവിടെ this is already being built up now. So duties നെ പറ്റി പറഞ്ഞു. So let us think about duties. There are various types of duties that normally you are engaged in, regular or daily activities. അല്ലെ, റെഗുലർ ആയിട്ട് ചില ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടികളൊക്കെ ഉണ്ട് നമുക്ക്, പല ഡ്യൂട്ടീസ്. ഇപ്പൊ രാവിലെ മറ്റേ വീട്ടില് എണീറ്റ് കഴിഞ്ഞാൽ കുളിച്ച് ശുദ്ധി വരുത്തി എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ അതൊക്കെ ഉണ്ട്. പിന്നെ ജോലി സ്ഥലത്ത് പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, വീട്ടിലത്തെ കാര്യങ്ങൾ, അതൊക്കെ ഏതെങ്കിലും ആയാലും നമുക്ക് ചിലതായിട്ടുള്ള ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ഡ്യൂട്ടീസ്. അതൊക്കെ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുപോലെ ലൈഫ് സ്റ്റേജ് റെസ്പോൺസിബിലിറ്റീസ്, ഓരോ കാലഘട്ടത്തിൽ കുട്ടികളായിരിക്കുമ്പോൾ, യൂത്ത് ആയിരിക്കുമ്പോൾ, അച്ഛനായിരിക്കുമ്പോൾ, അമ്മയായിരിക്കുമ്പോൾ, മറ്റേ വർക്കർ ആയിരിക്കുമ്പോൾ, സൂപ്പർവൈസർ ആയിട്ടിരിക്കുമ്പോൾ, മാനേജർ ആയിരിക്കുമ്പോൾ, ലീഡർ ആയിരിക്കുമ്പോൾ, അങ്ങനെ ഏത് ലെവലിലാണെങ്കിലും മീറ്റിംഗ് ദ ജോബ് റിക്വയർമെന്റ്സ്, ജോലി സ്ഥലത്ത് ജോബ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ,
പിന്നെ ഒരു രാജ്യത്തെയോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെയോ ഒക്കെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഒക്കെ ലോസ്, ദർ ആർ സം റെഗുലേഷൻസ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിച്ച് യു ഹാവ് ടു അബൈഡ് ബൈ ആൻഡ് യു ഷുഡ് ഡു ദാറ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ സിമ്പിൾ സംഗതി കേട്ടിട്ടുണ്ട്. ചില സമയത്ത് നമ്മുടെ ഇൻക്ലൂഡിങ് നാട്ടിലെ ഇവിടെയും ഒക്കെ ഇവിടെയും പല സ്ഥലത്തും കാണാറുണ്ട്. ചില സ്ഥലങ്ങളിൽ അവര് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികളിൽ ടൈ കെട്ടാണ്ട് പോകാൻ പാടില്ല. ജസ്റ്റ് ഇമാജിൻ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ നമ്മളെ ചൂട് കാലമാണ്, നല്ല സമ്മറാ, നമ്മൾ പറയാണ് ചൂട് കാലത്തൊക്കെ ആരെങ്കിലും ടൈ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പറ്റില്ല. ചില കമ്പനികൾ അത് അലോ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള റൂൾ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഡു ഇറ്റ്, അതർവൈസ് യു ഗെറ്റ് ഔട്ട് ഓഫ് ദർ. ദാറ്റ്സ് ഓൾ. അല്ലെ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ അവിടെ കയറി ചെല്ലണം. എന്നിട്ട് നമ്മൾ അവിടെ റെഡി ആണെങ്കിൽ പിന്നെ ബെറ്റർ ഫോളോ ഇറ്റ്. സോ ഐ മീൻ just trivial examples, but so following the laws of the land and the organization of the society, etc., aligning with social norms of society. Social norms, social norms again. Maybe between your relationship with the neighbors, your relationship with your the park authorities or whatever, all പല സംഗതികളുണ്ട്. അപ്പൊ അതൊക്കെ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. Aligning with organizational goals. Okay, that's another goals. Organizational, that is നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളൊക്കെ അതിലേക്ക് എടുത്താം. ആൻഡ് ഹെൽപ്പിംഗ് അതേഴ്സ്, പിന്നെ മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നത് മനുഷ്യനായിട്ടുള്ള ആൾക്കാരുടെ ധർമ്മമാണ്. അതൊക്കെ മാനുഷിക ധർമ്മങ്ങളിൽ പെടുന്ന സംഗതികളാണ് അതൊക്കെ. പിന്നെ ബീയിങ് സപ്പോർട്ടീവ് ഓഫ് എൻവയൺമെന്റ് സപ്പോർട്ട് ടു സസ്റ്റെയിൻ ദ പ്ലേസ് ദാറ്റ് വി ലിവ് ഇൻ ആൻഡ് സോ ദാറ്റ് ഇറ്റ് ഈസ് ഇൻഹെറിറ്റഡ് പ്രോപ്പർലി ബൈ അവർ നെക്സ്റ്റ് ജനറേഷൻസ്. ഒക്കേഷണൽ ഓർ പീരിയോഡിക് ഡ്യൂട്ടീസ് ഉണ്ട് ചില സമയത്ത്, അല്ലെ? ചില സമയത്ത് ചില വീട്ടിലെ ഫാമിലിയിൽ ഒരു കല്യാണം, അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരു മരണം, അല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാൻ വിളിക്കുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒക്കേഷണൽ ഡ്യൂട്ടീസ് ആയിട്ട് വരും. അതൊക്കെ വി ഹാവ് ടു ഡു ദാറ്റ്. അപ്പൊ നമ്മൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നത് അത് ധർമ്മത്തിന് ഡ്യൂട്ടിക്ക് എഗൻസ്റ്റ് ആണ്. ആൻഡ് സോഷ്യൽ ഒബ്ലിഗേഷൻസ് ടാർഗറ്റഡ് അറ്റ് സോഷ്യൽ സർവീസ്, പിന്നെ മറ്റുള്ള കാര്യങ്ങൾ, ഇപ്പൊ നെറ്റ്വർക്കിംഗ്, മറ്റുള്ള ഈ എന്താ പറയുക സത്സംഗങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറെ സോഷ്യൽ ഒബ്ലിഗേഷൻസ് ഉണ്ട്. അതുപോലെ കുട്ടികളെ വളർത്തുന്ന രീതി, അവരുടെ ആരൊക്കെ ആയിട്ട് മിങ്കിൾ, അപ്പൊ അതിന്റെ അങ്ങനത്തെ കൺട്രോൾ സിസ്റ്റംസ് ഇതൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം ചില there are some social obligations in life because man is a social animal, and therefore there are certain sets of rules and regulations that we need to follow. And those are duties of being a human being. ഇനി ഇത് കൂടാണ്ട് അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളിലെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഡ്യൂട്ടീസ് എന്നാണ്. പിന്നെ വേറൊരെണ്ണം ഉണ്ട്, സെൽഫിഷ് ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കാറ്റഗറി ഉണ്ട്. അതായത് ആക്ഷൻസ് പ്രോംപ്റ്റഡ് ബൈ സെൽഫിഷ് ഡിസയേഴ്സ്, അഗ്രൻഡൈസ്മെന്റ് ഓഫ് തിങ്സ് ഫോർ പേഴ്സണൽ ഗെയിൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യം, അത് സെൽഫിഷ് ആയിട്ടുള്ള ആക്ഷൻസ്. തേർഡ് ഈസ് പ്രൊഹിബിറ്റഡ് ആക്ഷൻസ്, ചെയ്തു കൂടാൻ പാടില്ലാത്തതായിട്ടുള്ള ഇല്ലീഗൽ അൺലോഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ കാര്യം ഇങ്ങനെ ഫണ്ടമെന്റലി 3 സ്ട്രീംസ് ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാൻ പറ്റും. ഇതില് we know we need to get out of this selfish action, and we need definitely not even touch a prohibited action with a 10-meter pole. നമ്മൾ പറയാറില്ല, തൊടാൻ പോലും പാടില്ല. സെൽഫിഷ് ആക്ഷൻസ് ആദ്യം ഉണ്ടെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരാം, and ultimately land up in the duties part. ഇതാണ് കർമ്മയോഗത്തിൽ ചെയ്യേണ്ടതെന്ന് കൃഷ്ണൻ അർജുനനെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. So this is what you have to do. So it's all about these responsibilities, social as well as personal, as well as societal, political, national. I mean, in a kind of national scenarios of the rules and regulations, laws of the land, etc., and stages of life. All these are our duties that we need to do. അതാണ് കർമ്മയോഗത്തിൽ. ഓക്കെ, അപ്പൊ സെൽഫിഷ്നെസ് എന്ന് പറയുന്ന സാധനത്തിനെ മാറ്റി സെൽഫ്ലെസ് ആവാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡു യുവർ ഡ്യൂട്ടീസ് the best of your capabilities. That's it. Then Krishna started going a little bit more into the details of these attitudes of doing these duties. Your world is limited by selfish actions. If you are selfish, it will be limited. Therefore, perform your duties unselfishly to break free from the limitations of selfishness. അപ്പൊ അത് ഈ സെൽഫിഷ്നെസ്സിൽ നമ്മുടെ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്റ്റിന് ഇപ്പോ എനിക്ക് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയുന്നതും സെൽഫിഷ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ബിക്കോസ് യു ആർ ദെൻ ഗെറ്റിംഗ് ബൗണ്ട്. ബട്ട് ഇഫ് യു റിലീസ് യുവർസെൽഫ് ഫ്രം യുവർ BMI, you are becoming selfless, which means that the infinite power inside you can be tapped. We will start milking that.
That is what is now, humans evolved from the sacrifice. You need to sacrifice a lot of things if you really want to milk the self inside you. If you want to milk the BMI, selfish, you don't have to sacrifice. If you want to milk the self, you have to make sacrifices. That is what it is. Humans evolved from sacrifice, with sacrifice. Let sacrifice be the milk cow of your desires. It is a profound statement. Think about it. Nourish your productive and creative potentials that the self can enable in your BMI, and they in turn your character and personality, etc. Thus, nourishing each other, you will attain highest perfection. We have to have that ദേവന്മാർ, നമ്മുടെ ഉള്ളിലുള്ള ദേവന്മാരെ നമ്മൾ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഇരുന്നാൽ ആ ദേവന്മാരെ നമ്മളെ തിരിച്ച് പ്രസാദിക്കും. നമ്മൾ പ്രസാദിപ്പിച്ചാൽ, ദേവന്മാരെ പ്രസാദിപ്പിച്ചാൽ ആ ദേവന്മാരെ പ്രസാദിക്കും. അതാണ് അതിൽ പറയുന്നത്. Your nourished potentials will help you reach the desired goals. അങ്ങനെ nourished ആയിട്ടുള്ള പൊട്ടൻഷ്യൽസ് നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങളെ എത്തിക്കും. Be sure and confident about that. So, if you enjoy the benefits without making any sacrifices, ഒരു സാക്രിഫൈസും ചെയ്യാണ്ട് വെറുതെ പ്ലഷേഴ്സ് എൻജോയ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ, you are verily a thief. The righteous who enjoy the benefits of sacrifices are free from sin. സാക്രിഫൈസ് ചെയ്തിട്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാള് അതിൽ നിന്ന് കിട്ടുന്നത് എന്തായാലും അത് സിന്നല്ല. But the sinful ones who only work for their own sake, they incur sin. So, the nature of your attitude to work. അപ്പൊ അത് പിന്നെ 2 ശ്ലോകങ്ങളിൽ സമ്മറൈസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, അതായത് അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞ കർമ്മ സമുദ്ഭവഃ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്യതി ബ്രഹ്മാക്ഷരം ഉദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. 2 ശ്ലോകം. അതായത് ഫ്രം ഫുഡ് comes forth beings, living beings. From rain, food is produced. From sacrifice arises rain, and sacrifice is born of action. Know that every action comes from Brahman, the infinite, and the infinite comes from the imperishable. Therefore, all pervading infinite, that infinite Brahman, is always resting on sacrifice. Sacrifices in the മോളിലാണ് ബ്രഹ്മത്വം ഇരിക്കുന്നത്. Your infinitude rests in sacrifice. That is the message that we should take. Krishna is telling Arjuna, your sacrifice makes you infinite. നമ്മൾ നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലാണ് ബ്രഹ്മൻ ഇരിക്കുന്നത്, ഇൻഫിനിറ്റ് ഇരിക്കുന്നത്. അപ്പൊ if we become infinite, then we are becoming the Brahman, the infinite. That is the net effect. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്തത് ഒരു അനാലജി ഉപയോഗിച്ചിട്ടാണെന്ന് പറയാം. Actions, sacrifice, rain, food, being, everything, all the action sacrifices are actions, and they produce the rain for the food for the beings. അല്ലെ, മഴ ഈ സാക്രിഫൈസസ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ വേറെ അനാലജീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ക്ലൗഡ്സ്, കടലിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ട് അത് these clouds carry it around and then they come down as rain. And it is an selfless activities the clouds are performing, the sacrifices of the clouds that produces the rain, and that rain enriches the earth, which produces food on which the living beings live. Well, that is how that is being explained, and that action is emanating from Brahman, and that Brahman is imperishable. Therefore, sacrifice is the root of everything, and if his own sacrifice rests Brahman in the outside world. And if you really want in this world to be the infinite, keep doing sacrificial activities. അതാണ് പറയുന്നത്, യജ്ഞം ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കണം. If you do not follow this cycle of action, but only enjoy the fruits selfishly, then you are a sinner, and your life is in vain. 3:16. But
if you rejoice only in the joys of the self, unselfish activity, satisfied by the joys of the inner self, and content by the joys of the inner self, then you have nothing else to do. You will not be perturbed by hope and despair and becomes the complete owner of your actions. അവിടെ നമുക്ക് യാതൊരു വിധത്തിലുള്ള മനസ്സിന്റെ ചഞ്ചലതയും ഇല്ലാണ്ടുള്ള ഇക്വാനമസ് സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുമ്പോൾ നമ്മൾ കർമ്മത്തിന് ബന്ധനസ്ഥനാവുന്നില്ല എന്നാണ് പറയുന്നത് അർത്ഥം. അതായത് ആ കർമ്മങ്ങൾ ചെയ്തത് കൊണ്ട് നമുക്കുണ്ടാവുന്ന ബന്ധനം, ലിമിറ്റേഷൻസിൽ നമ്മൾ വീഴില്ല. ആ ലിമിറ്റേഷൻസിന്റെ മുകളിലേക്ക് പിന്നെയും പിന്നെയും ഉയർന്നു പോകാനായിട്ടുള്ള ഒരു പ്രവണത നമുക്ക് ഉണ്ടായിച്ചേരും. Therefore, carry out your duties selflessly. For doing your duties thus will make you reach perfection. അതാണ് ഇവിടെ ആറ്റിറ്റ്യൂഡ്സിനെ പറ്റിയിട്ട് ഇവിടെ പറഞ്ഞ് നിർത്തിയത്. അതിന്റെ ഒരു ലുക്ക് അറ്റ് the path of sacrifice നെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. The infinite self, imperishable. ബ്രഹ്മൻ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ബ്രഹ്മൻ. ആ ബ്രഹ്മൻ യൂണിവേഴ്സൽ സെൽഫായി മാറി. The universal, what we are seeing the universal only, we are not seeing the infinite imperishable. Imperishable ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് കാണുന്നില്ല. We are only seeing the universe which is also perishable. But and then from within that universal forces, the individual self emanated. ഇൻഡിവിജ്വൽ സെൽഫിന്റെ ഈ പറയുന്ന യൂണിവേഴ്സൽ സെൽഫ് അല്ലെങ്കിൽ ഇംപെറിഷബിൾ ആയിട്ടുള്ള ബ്രഹ്മൻ ഈശ്വര തത്വമായിട്ടുള്ള പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ പ്രപഞ്ചത്തിൽ നിന്ന് ആവാഹിച്ചെടുത്ത ശക്തിയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. പ്രപഞ്ച ശക്തികൾ, ആ ശക്തികൾ നമ്മുടെ ഉള്ളിൽ കൂടെ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു മോഡാണ്. ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി ആൻഡ് ഡിസ്ട്രക്ടിവിറ്റി എന്ന് പറയുന്ന ദേവചൈതന്യങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരായി മാറുന്നു നമ്മളുടെ ഉള്ളിലത്തെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെ ഓഫ് ദ powers of creativity, the powers of productivity, and the powers of destruction of the evil and negative. അങ്ങനെയുള്ള മൂന്ന് ഫോഴ്സസ്. അപ്പൊ ഫണ്ടമെന്റൽ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ one is about the creative forces of knowledge, the productive forces of work, and the destructive forces of the intellectual discriminative capabilities ആയിട്ട് മാറുന്നു. ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി. ആൻഡ് ഇത് ആക്ച്വലി ഇതിന്റെ ആ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ നമ്മളുടെ ഹിന്ദു സനാതന ധർമ്മത്തില് നമ്മൾ പറയുന്ന ആ ത്രിമൂർത്തികളാണ് നമ്മളുടെ ഉള്ളിലേക്കായിട്ട് മാറുന്നത്. ഈ ബ്രഹ്മം നമ്മളുടെ ഉള്ളിലേക്ക് വന്നു ചേരുന്നത് ഈ ത്രിമൂർത്തികളായിട്ടാണ്. ത്രിമൂർത്തികളുടെ കൺസോർട്ട് ഉണ്ട്, ക്രിയേറ്റീവ്. ബ്രഹ്മം ക്രിയേറ്റീവ് ആയിട്ട് വേണമെങ്കിൽ യു ഹാവ് ടു ഹാവ് നോളജ് ആസ് എ കൺസേർട്ട്. സരസ്വതി ദേവി കൂടെ ഉണ്ടാവണം. ആൻഡ് പ്രൊഡക്റ്റീവ് ഫോഴ്സസ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ then we need to have the wealth of capabilities. ദൈവിക സമ്പത്ത്, മഹാലക്ഷ്മി കൂടെ ഉണ്ടാവണം. മഹാവിഷ്ണുവിന്റെ കൂടെ ഈ പറയുന്ന മഹാലക്ഷ്മി ദേവിയുടെ പ്രസാദവും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ആൻഡ് ദെൻ കംസ് ദ പവർ ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഈവിൾ, നെഗറ്റീവ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേറ്റീവ് കേപ്പബിലിറ്റീസ് ഉപയോഗിച്ചിട്ട് വി നീഡ് ടു ഫൈറ്റ് ദ വേ ടു ദ പാത്ത് ഓഫ് ഗുഡ്. ആ ഡിസ്ക്രിമിനേറ്റീവ് കേപ്പബിലിറ്റീസിന്റെ പ്രതിദാനം ചെയ്യുന്ന പാർവതി ദേവി, that is Shivan, that energy of power, that energy combined with the power of discriminative faculties of Parvati Devi. ഇതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ബ്രഹ്മാവ് സരസ്വതി, ബ്രഹ്മദേവൻ സരസ്വതി, മഹാവിഷ്ണു മഹാലക്ഷ്മി ആൻഡ് പരമശിവനും പാർവതി ദേവിയും. ഇത് നമ്മളുടെ ഉള്ളിലേക്ക്, ബ്രഹ്മതത്വം നമ്മുടെ ഉള്ളിലേക്ക് കയറി വന്നത് അങ്ങനെയാണ്, മൂന്ന് പവേഴ്സ് ആയിട്ടാണ്. ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. All these powers are right within us. You have to invoke all these powers in the actions, and then it becomes a sacrifice. It becomes a sacrifice which provides and makes a fertile environment for you to thrive, live and thrive. Any being for that. This is the path of sacrifice. This is the divinely ordained paths of action. This is Karma Yoga. We need to be identifying with this path. And the infinite, the imperishable, eternal self is the source of the manifested universe. The universal self enlivens every being in this world as the individual. And this enlivening power manifests physically as the power to create, produce, and destroy. These powers are the basis for all our actions that the individuals do. These actions, rooted in sacrifice, cooperative endeavors, create the fertile environment for our progress. These fertile environments help nourish and sustain beings, the living beings in the world.
Sacrifices are thus the direct manifestation of the imperishable eternal energy, Brahman. So imperishability, Brahman or eternity rests in sacrifice. ഇതാണ് ഈ രണ്ട് ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തന്നത് കൃഷ്ണൻ. You can see how natural, how logical, and how scientific it is. The path of sacrifice of action. Action, sacrifice, train food beings. This is the path of sacrifice. And imperishable Brahman rests in these sacrifices. Therefore, eternity, Brahman rests in sacrifice. അങ്ങനെ ഇതിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നമ്മൾ ഇത് പ്രതിഫലിപ്പിക്കണം. നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ്സ് ആയിട്ട് ഇത് പ്രതിഫലിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ബ്രഹ്മതത്വത്തിലേക്ക് ഉയർന്ന് ഇൻഫിനിറ്റിയിലേക്ക് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ, യോജിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിനുള്ള വഴികളാണ് the 4 fundamental attitudes of yajna, tyaga, samarpana and prasada bhavas. The yajna bhava, now we are going to see the finer details of what is really meant here. Yajna bhava is about the attitude of a sacrifice, service, cooperation, gratitude and productivity. ഇതൊക്കെ യജ്ഞഭാവത്തിന്റെ ആസ്പെക്ട്. ഇപ്പൊ യജ്ഞഭാവ യജ്ഞം നമുക്ക് പറയാം. That is not enough. You need to, you need to understand what is yajna bhava. അത് മനസ്സിലാക്കണം. Then you need to understand the constituents of a tyaga bhava, which is about proactive giving, self-renewal, നമ്മളുടെ sacrifices to make us more and more enhanced, and detachment from distractions. Samarpana bhava is about dedicating, focus, and working as an offering to the Brahman, and offering to BMI Allah. And prasada bhava, accepting whatever comes out of all these things with gratitude and moving forward without any complaints, compliant ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക. അതായത് we don't entertain likes and dislikes. That is the prasada bhavaത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്. ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ ഞാൻ ഇപ്പൊ സമ്മറൈസ് ചെയ്തിരിക്കുന്ന. ഐ എം ഗോയിങ് ടു ഗോ ഇൻ ടു ഈച്ച് വൺ ഓഫ് ദോസ് ഇൻ ഡീറ്റെയിൽ. അപ്പൊ അതിലേക്ക് കിടക്കാം. അപ്പൊ ഇതിന്റെ സമ്മറി സ്റ്റേറ്റ്മെന്റ് മാത്രമേ ആവുന്നുള്ളൂ. അഗെയിൻ ദ പ്രോസസ് ഓഫ് കൃഷ്ണ giving the second chapter as the overview. ഞാൻ ഈ ഭാവങ്ങളുടെ ഒരു സമ്മറി ഫസ്റ്റ് ഒരു സ്ലൈഡിൽ, and then we are going to go into the detail. അപ്പൊ ഇതിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസും കൂടി നമുക്ക് ചർച്ച ചെയ്യാം. ഒന്ന്, യജ്ഞഭാവ. വാട്ട് ഈസ് യജ്ഞഭാവ? അപ്പൊ സ്വാമി ചിന്മയാനന്ദജി ഇത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്കിത് വായിക്കാം. Swami Chinmayananda defined Yajna Bhava as a cooperative endeavor wherein individuals, thinking their differences and rising above self-interest, work for a common cause with selflessness. The benefit of such actions being enjoyed by everyone. This worshipful attitude is called Yajna Bhava or Yajna spirit. അപ്പൊ നമ്മളത് ഈ യജ്ഞം എന്താണ് യജ്ഞത്തിൽ ഏർപ്പെടുക, യജ്ഞം ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് ഇറ്റ്? യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് ആൻഡ് എവറി നോബ് ഓഫ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്, ദ ഡെഫിനിഷൻ ഓഫ് വാട്ട് യജ്ഞ ഈസ്. വാട്ട് ഇസ് ഇറ്റ്? അതിലത്തെ നോബ്സ് എന്തൊക്കെയാണ്? അതാണ് അവിടെ മഞ്ഞ ബോക്സിൽ എഴുതിയേക്കുന്നത്. യജ്ഞ കോപ്പറേറ്റീവ് എൻഡവർ ഒരെണ്ണം, സിങ്കിങ് ഡിഫറൻസസ് രണ്ട്, above self-interest, going above self-interest, transcending selfishness, common cause, working for a common goal, common cause. It's not your personal interest only. Selflessness എന്ന് പറയുന്ന ആ ഒരു ഗ്രേറ്റർ ആസ്പെക്ട്, ആൻഡ് ബെനിഫിറ്റിംഗ് എവരി വൺ എൽസ് എന്ന് പറയുന്ന പല ആസ്പെക്റ്റുകളെയും ഒരുമിച്ച് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. ഇപ്പോഴാണ് യജ്ഞമാവുന്നത്. വെറുതെ കോപ്പറേറ്റീവ് എൻഡവർ മാത്രമായിട്ട് കാര്യമില്ല. കോപ്പറേറ്റീവ് എൻഡവർ, എന്റെ സെൽഫിഷ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാം. അപ്പൊ കോപ്പറേറ്റീവ് ആയി. പിന്നെ കോപ്പറേറ്റീവ് ആയതുകൊണ്ട് യജ്ഞം ആവുന്നില്ല. അത് മാത്രം പോരാ, ബാക്കിയുള്ള ആസ്പെക്ട് കൊണ്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് യജ്ഞമാവുന്നുള്ളൂ. ദാറ്റ് ഈസ് വാട്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് ഈസ് നോട്ട്, ഇപ്പൊ നമ്മൾ കുട്ടികളുടെ അടുത്തൊക്കെ, കുട്ടികൾക്ക് പരീക്ഷയ്ക്കൊക്കെ സ്കൂൾസിലൊക്കെ ചില ചോദ്യങ്ങളൊക്കെ അവർക്ക് ഒരു കീ കൊടുക്കും ടീച്ചർമാർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ. അപ്പൊ അതിൽ കുറച്ചൊരു ഓരോ ചോദ്യത്തിനും ഒരു 3 പോയിന്റ് 4 പോയിന്റ് 5 പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി മാറ്റിട്ടുണ്ട്. അതെല്ലാം മെൻഷൻ ചെയ്താൽ മാത്രമേ മുഴുവൻ മാർക്ക് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ഏതെങ്കിലും ഒരു മാത്രം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ മാർക്ക് കിട്ടില്ല എന്ന് നമ്മൾ പറയാറില്ല. അതുമാതിരി യജ്ഞഭാവത്തോടുകൂടി ജോലി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ യജ്ഞഭാവം ആവുന്നുള്ളൂ. അല്ലെങ്കിൽ അതൊരു റെഡ്യൂസ്ഡ് യജ്ഞഭാവമായി മാറും. അപ്പൊ മേ ബി സ്റ്റാർട്ട് ഓഫിന് വേണ്ടി അങ്ങനെ തുടങ്ങി ഇവിടേക്ക് എത്തണം, എന്നാലേ യജ്ഞഭാവത്തിലേക്ക് എത്തിച്ചേരുന്നുള്ളൂ. അപ്പോ ഇനി ഇത് നമുക്കൊരു പ്രാക്ടിക്കൽ സിനേറിയോയില് ഇതൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതിന്റെ ചില ആസ്പെക്റ്റുകൾ. ഇപ്പൊ ഞാനത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരുമിച്ച് വർണ്ണിക്കുന്നില്ല.
അതിന്റെ ചില ആസ്പെക്റ്റുകൾ ഓരോ അഗൈൻ അപ്പൊ സോ ദാറ്റ് വി നോ കം ടു നോ ഹൗ വി ആർ ഗോയിങ് ടു അപ്ലൈ ദിസ്. അതിന് വേണ്ടിയിട്ടാണ് ഫോളോവർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സക്സസ് സ്ട്രാറ്റജി ഉണ്ട് വർക്ക് പ്ലേസസിൽ. വാട്ട് ഈസ് ഫോളോവർഷിപ്പ്? ഫോളോവർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ റിലീജിയസ് ഫോളോവേഴ്സ് എന്നൊക്കെ പറയുന്ന വിധത്തിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇല്ലേ, അങ്ങനെ എന്നിട്ട് ഇങ്ങനെ പുറകെ പോകുന്ന അങ്ങനത്തെ അതിനെ പറ്റിയിട്ടല്ല ഇവിടെ ഫോളോവർഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഫോളോവർഷിപ്പ് ഈസ് എ മച്ച് മോർ പോസിറ്റീവ് ആൻഡ് ഗ്രേറ്റർ ആറ്റിറ്റ്യൂഡ് വിച്ച് ഈസ് അബൌട്ട് സെൽഫ് ലീഡർഷിപ്പ് പവേർഡ് ബൈ യുവർ ഇന്നർ സെൽഫ്. അതാണ് ഫോളോവർഷിപ്പ്. അപ്പോൾ ഇറ്റ് ഈസ് എ വർക്ക് സ്ട്രാറ്റജി that involves being actively engaged in helping an organization succeed operation while exercising independent critical judgment of goals, paths and methods. But നമ്മള് we are engaged in helping our team or helping our product or organization succeed. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യണം? I am using my own intellectual capabilities, thought powers, analytical approaches, etc. in understanding and the knowledge that is required for the doing that in an independent critical judgment of what is the goal that is to be acquired അല്ലെങ്കിൽ reached, or the tasks that are required. What are the different tasks that I should actually know so that I can complete this without any problem for other people? And the methods. Do I know the methods? Do I know the real tasks that are involved? Do I know the methods to achieve those things? ഇതൊക്കെ അറിയണം. അല്ലാണ്ട് വെറുതെ എടുത്തുചാടി പുറപ്പെടാനല്ല, അറിയാം. As a star follower, you have the ability to work cooperatively with the leader to accomplish the organization's goals. അപ്പൊ you work cooperatively with the leader എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർ എന്താണ് ഈ ഗോളായിട്ട് കാണുന്നത് അത് എന്റെയും ഗോളായി മാറും. Even when there are personality and workplace differences, personally എനിക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ചിലപ്പോൾ എനിക്ക് ചില എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഞാൻ ആ ഒരു ഗോള് ഇതിനെ തടസ്സമായിട്ട് നിൽക്കാൻ പോവുകയാണെങ്കിൽ, തടസ്സമാണെന്ന് തോന്നുകയാണെങ്കിൽ, I will not insist on that. I will move away from that and be able and contribute towards that goal. അങ്ങനെ ചെയ്യാം. ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അവിടെ യജ്ഞഭാവം കാണുന്നില്ലേ നമുക്ക്? ഈ പറയുന്ന ഡെഫിനിഷൻ ഓഫ് യജ്ഞ അതിന്റെ ആസ്പെക്റ്റുകൾ അവിടെ വരുന്നുണ്ട്. സോ ഫോളോവർഷിപ്പ് ഈസ് ദ പ്രാക്ടിക്കൽ വേ ഓഫ് യജ്ഞഭാവ. യജ്ഞഭാവം നമ്മളെ വർക്ക് പ്ലേസിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഫോളോവർഷിപ്പ് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ്. You can think in your workplaces, especially any place where you are working, you can find out whether you are a follower. ഇങ്ങനെ ബോസ് പറഞ്ഞൊക്കെ ഞാൻ yes sir അതല്ല, that is not that attitude. Because boss's attitude, boss's goals personal ആണെങ്കിലോ നമ്മൾ അങ്ങനെ SR എന്ന് പറഞ്ഞാൽ the organization is going to fall down. No, we make judgment, we make decisions based on what is the real. അതിനുള്ള നോളജ് ഉണ്ടാവണം, അതിനുള്ള ഡ്രൈവ് ഉണ്ടാവണം, അതിനുള്ള മൊമെന്റം കോഷ്യന്റ് ഉണ്ടാവണം. Lots of things that we will come. ഫോളോവർഷിപ്പിന്റെ ഡീറ്റെയിൽസിലേക്ക് we will come later. But at the moment, I'm just introducing the Yajna Bhava in attitude through followership. പിന്നെ ലീഡർഷിപ്പ് എടുക്കാം. ഇനിയിപ്പോ ലീഡർഷിപ്പിന്റെ കേസ് എടുത്താലോ, എ വർക്ക് സ്ട്രാറ്റജി, അത് ലീഡർഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് നോട്ട് യുവർ പവർ ആൻഡ് കേപ്പബിലിറ്റി ടു ബാർക്ക് ഓർഡേഴ്സ്. ദാറ്റ് ഈസ് നോട്ട് ലീഡർഷിപ്പ്. And what is leadership? It is a work strategy that employs expertise and influence. Expertise and influence. And key terms in അവിടെ. To, how? To convince a group of people. It is not about barking orders and getting them to do whatever you want. No, it is about convincing them logically, explaining it, then inspiring them to come together and accomplish a substantial task, facilitating teamwork. That is what leadership is. And there you can see Yajna Bhava in action. So leadership is another aspect of Yajna Bhava, a proper leadership. Ini teamwork edukam. Teamwork edutalo. It is again teamwork എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരെ കൂടെ കൂടിച്ചേർന്ന് ഇങ്ങനെ എപ്പോഴും ചെയ്യുക, എന്തെങ്കിലും അവര് ചിരിച്ച് കളിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറഞ്ഞ പോലെ whatever, and then moving around when as a unit. That is not teamwork. Teamwork is about it is a series of skills, a complex series of skills that involve taking joint ownership of goal setting. അപ്പോൾ goal setting മുതൽ joint ownership ആണ്. അല്ലാണ്ട് as a team player you don't leave it to the leader only. Leader എന്താ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ that is it എന്ന് പറയണതല്ല. You will be an active player in that goal setting, group commitments,
work activities and schedules and group accomplishments also. ഇതൊക്കെ ഒരുമിച്ച് എന്റെയും കൂടിയാണ് എന്നുള്ള ബോധത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് ടീം വർക്ക്. It also means being a positive contributor to the group's dynamics. ഗ്രൂപ്പിലത്തെ പല ഡൈനാമിക്സ് ഉണ്ടാവാം, അതിനെ പോസിറ്റീവായിട്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഒരാള് എന്തെങ്കിലും സം പേഴ്സണൽ എക്സാമ്പിൾ പറയാം, പേഴ്സണൽ പ്രോബ്ലം കാരണം മേ ബി 1 week ഔട്ട് ഓഫ് ആക്ഷൻ ആവുകയാണെന്ന് വിചാരിക്കാം. ആൻഡ് therefore his work അത് എടുക്കാനായിട്ട് അതെടുത്ത് ഞാൻ അത് ഹെൽപ്പ് ചെയ്യാൻ, ടു ഹെൽപ്പ് ഹിം, ആൻഡ് ദെൻ ഹെൽപ്പിംഗ് ഹിം മാത്രമല്ല, ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ദ ടീം ആൻഡ് ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ദ ഓവറോൾ ഗോൾസ്. അതിന് വേണ്ടിയിട്ടുള്ള സാക്രിഫൈസസ് ഞാൻ ചെയ്യണം. ദാറ്റ് ഈസ് യജ്ഞഭാവ. അങ്ങനെയുള്ള ഒരു സീംലെസ് ആറ്റിറ്റ്യൂഡ് ഇസ് വാട്ട് ഈസ് ടീം വർക്ക്. Seamlessness of your actions, thoughts, etc. That is teamwork. ഇനി another thing is, ഇപ്പൊ നമ്മൾ ഡ്യൂട്ടിയിൽ പറഞ്ഞു ഓർഗനൈസേഷന്റെ ഗോൾസ് അതൊക്കെ ആയിട്ട് അലൈൻ ചെയ്യണം. അതിനെയാണ് ഓർഗനൈസേഷണൽ സാവി എന്ന് പറയും. You are organizational savvy if you are able to understand what the organization's objectives and goals are and the rules and regulations are, and then sticks to that assiduously and in a positive manner. But a work strategy that enables navigating the competing interests in an organization. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ, ഒരു ടീം ഒക്കെ ആകുമ്പോൾ there are some competing pulls and pressures. അതിനെ നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കണം. അല്ലാണ്ട് ഏതെങ്കിലും ഒരാളുടെ കൂടെ പോയിട്ട് മറ്റേ അങ്ങനെയുള്ള ഒരു ടെൻഷൻസ് ഉണ്ടാക്കലല്ല. If you are organizational savvy, you will be able to manage those things, to promote cooperation, to address conflicts and get things done. This can involve expertise in managing individual or group dynamics. Again, that is also one capability that you should develop. Knowing when to avoid conflicts and when to meet them head on. ചില സമയത്ത് കോൺഫ്ലിക്ട്സുകളെ അവോയ്ഡ് ചെയ്യണം, ചില സമയത്ത് കോൺഫ്ലിക്ട്സ് വന്നാൽ അത് മീറ്റ് ചെയ്യണം and then resolve it. Knowing how to make allies out of potential enemies. അപ്പോൾ നമുക്കറിയാം ചില ശത്രുക്കളായിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ശത്രുഭാവത്തോട് കൂടിയിട്ട് വരുന്ന ആൾക്കാരെ കംപ്ലീറ്റ് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് എടുക്കാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി. That is what organizational savviness is all. You will know that some people are tricky, and you know that they will be creating problems for you on the path. വരെ കയ്യിലെടുക്കാനായിട്ടുള്ള ഒരു കഴിവ്. That is what organizational savviness is. ഇതിലെല്ലാം യജ്ഞഭാവം വേണം. അതായത് നമ്മളുടെ ജോലിയോടുള്ള യജ്ഞഭാവം. ആ യജ്ഞഭാവത്തിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് വാട്ട് വി വിൽ നോട്ട് ഡു വാട്ട് ഈസ് റിക്വയർഡ്. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ് ഫൈനലി ഈസ് ദാറ്റ് ഇറ്റ് ഈസ് യുവർ BMI that is getting eroded by constantly being in the average path. അത് പാടില്ല. അതാണ് ആ യജ്ഞഭാവത്തിന്റെ ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരണം എന്ന് പറയുന്നത്. ഇനി so that is Yajnabhava in action in the workplace. Next is the Thyagabhava. Thyagabhava, the propensity to completely forgo selfish ego. Selfish ego in for the larger cause, and being completely committed to it is exemplified by Thyagabhava. Thyagabhava, the attitude of proactive giving, proactively adopting strategies for self-renewal, developing a sense of detachment is what is not necessary for reaching goals are all reflected in Thyagabhava. ഇതൊക്കെയാണ് ത്യാഗഭാവത്തിന്റെ ആസ്പെക്ട്. അപ്പൊ എന്തൊക്കെയാണ്? That Thyagabhava involves yellow box, detachment, the power to get rid of distractions, the capacity of commitment, of focus, foresight, the ability to forge alliances between people, and credibility, trust, expertise എന്നൊക്കെ പറയുന്ന ആസ്പെക്റ്റുകൾ വരുന്നുണ്ട്. You should be credible, you should be trustworthy, you should have the expertise. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ത്യാഗഭാവത്തിന്റെ റിഫ്ലക്ഷൻസ് ആയിട്ട് മാറുന്നതൊക്കെ. അപ്പോ now right initiatives, how do you reflect that in workplaces? To give proactively than waiting to receive. അതായത് എപ്പോഴും എവിടെയും we should be ready to start giving, and then when problem comes, when you need something, some help, people will be ready to help you. Otherwise, if you don't have the attitude of giving and you are perceived as somebody who does not at all help others, you are doomed. You will never get help, especially in thought-powered workplaces where people are engaged in complex projects and activities, interdisciplinary activities, where some of your expertise may not be matching with what is required, and therefore you need to get help. You will become a person who goes around with a begging bowl without getting anything.
if you are not a proactive giver. അതിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് give, not giving. ത്യാഗഭാവം ആദ്യം തന്നെ കൊണ്ടുവരണം എല്ലാത്തിലും. Bold and value adding ideas and the initiatives succeed when the benefits accrue to co-workers and or the organization. മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മളെ എൻ്റെ ഐഡിയ ഞാൻ വലുതാവാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ മാത്രം ആവരുത്. യെസ്, ആ ഐഡിയാസ് എനിക്ക് മറ്റുള്ളവരുടെ ഗുണം ആയിട്ട് കണക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റണം എപ്പോഴും. ദാറ്റ് ഈസ് എൻ്റെ കാര്യങ്ങളെ പറ്റി ഞാൻ nothing. I won't talk at all. I'm not bothered. In the sense that obviously, yes, it will automatically come to you, but you will be connecting it to the others. ഇത് ചെയ്യാനായിട്ടും അത് മനസ്സിലാക്കാനും അത് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഒക്കെ ഉണ്ടാവണം. അതാണ് ത്യാഗഭാവത്തിന്റെ. It is out about filling white spaces, going above and beyond what is really required from you, and following through with your activities. Not about just coming up with ideas and leaving it. No, coming up with ideas and following it up so that it is done. ഇങ്ങനെയുള്ള അതിനൊക്കെ ഒരുപാട് സാക്രിഫൈസസ് ആവശ്യമുണ്ട്. ഇതൊക്കെ ത്യാഗഭാവത്തിന്റെ റിഫ്ലക്ഷൻ ആയിട്ട് അവിടെ വരും. ആൻഡ് സെൽഫ് റിന്യൂവൽ, റെക്കഗ്നൈസിങ് യുവർ നോളജ് ഡെഫിസിറ്റ്സ്. നമ്മളുടെ നോളജ് ഡെഫിസിറ്റ്സിനെ മനസ്സിലാക്കിയിട്ട് അത് ഫില്ല് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക എന്നൊക്കെ പറയുന്ന ആക്ടിവിറ്റീസിലേക്ക് പോകുന്നത്. ദാറ്റ് ഈസ് അനദർ തിങ്. അതിന് നമ്മൾ there is a strategy that we talk about as the build, establish and consolidate. എല്ലാവരും, especially from your beginning career stage, you have to use, initially you'll be building, studying, building, and then you establish yourself in any field, and then you start consolidating. When you consolidate, you are in what is called as the comfort zone. Things are going very easy. That is the time when you should actually raise a red flag. Now, if you are going like that for many years, you are doomed. If you become very happy in a comfort zone for a long period, especially in the current scenarios, maybe 2 to 3 years, 2 years, 3 years ഒക്കെ കഴിഞ്ഞിട്ട് comfortable ആവുകയാണെങ്കിൽ, and you are going on like that for 2 to 3 years, finished, you are finished. You should not at that point raise your red flag and then start occupying new things. You may need to build new knowledge, new skill sets, and then another build, establish and consolidate comes in another. അങ്ങനെ നമ്മുടെ ഒരു കരിയർ സ്പാനിൽ 2 or 3 or 4 maybe, I don't know, ഇനി വരാൻ പോകുന്ന 30 കൊല്ലങ്ങൾ 40 കൊല്ലത്തിലൊക്കെ ചിരിക്കുകയാണെങ്കിൽ ഓക്കെ 4-5 പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടതായിട്ട് വരാം. കഴിഞ്ഞ 30 കൊല്ലത്തില് ഉള്ള ബേസിസ് എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, every 5 years you have to keep doing building phase, establishing, consolidating എന്നുള്ള സ്റ്റേജിലേക്ക് പോകണം. അപ്പൊ കൺസോളിഡേഷൻ ഫേസ് should always run parallel to build. അപ്പൊ അതിന് കുറെ സാക്രിഫൈസസ് ചെയ്യേണ്ടതായിട്ട് വരും ബിൽഡ് ചെയ്യണമെങ്കിൽ. ഈ ബിൽഡ് ചെയ്യുമ്പോൾ ചില ആൾക്കാർ ഞാൻ പറയണ കേട്ടോ, കമ്പനി HR പറഞ്ഞു ട്രെയിനിങ്ങിനുള്ള സ്കോപ്പില്ല കമ്പനിയിൽ. അപ്പൊ അതുകൊണ്ട് സോവാട്ട ഞാൻ എന്തിനാ, I am not going to spend from my pocket and study. ഞാൻ അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ എന്താ എനിക്ക് തരാണ്ട് ഇനി ഓർഗനൈസേഷൻ വലുതാക്കാൻ ഞാൻ പ്രവർത്തിക്കണോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വന്നാൽ, ദാറ്റ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് സ്റ്റാഗ്നേഷൻ. Never do that, because if you are like that, it is not only the organization that will suffer. Okay, that is it. You will personally suffer because your capabilities are going to be stagnated. No, you should have to fight it out, and then even if you want to sacrifice time, sacrifice other resources, money, etc., sacrifice it and then acquire that knowledge, skill sets, and then it will, after some time you will find things coming back much more, larger than what you expected. It will come, because that is how it is. ആ ഒരു ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടാണ് ഇവിടെ ത്യാഗഭാവത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ. Then we have the Yajnabhava. Yajnabhava is the sense of gratitude. The sense of gratitude is the attitude of recognizing the sacrifices of others. മറ്റുള്ളവർ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന സാക്രിഫൈസസിനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ടുള്ള ഒരു മെന്റൽ ആറ്റിറ്റ്യൂഡിനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. There are 5 types of sacrifices mentioned in our scriptures. അത് ഏതൊക്കെയാണ്? അപ്പോൾ പിതൃയജ്ഞ, നൃയജ്ഞ, ഭൂതയജ്ഞ, ദേവയജ്ഞ ആൻഡ് ബ്രഹ്മയജ്ഞ എന്ന് പറയുന്ന 5 യജ്ഞഭാവങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇത് ആക്ച്വലി ആ യജ്ഞവും ത്യാഗവും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. ഇത് ദിവസവും നമുക്ക് ചെയ്യാവുന്നതാണ്. പിതൃയജ്ഞ is the gratitude to our forefathers and elders and to past wisdom. അപ്പോൾ വേരിയസ് തിങ്സ്, നമ്മളുടെ മുതിർന്ന ആൾക്കാർ അവരെ റെസ്പെക്ട് ചെയ്യുന്നതും, അല്ലെങ്കിൽ നമുക്ക് പൂർവികര് അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ അത് വീണ്ടും അതിൽ നിന്നും പിന്നെയും അതിന്റെ മുകളിലത്തെ ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള നമ്മളുടെ പ്രവർത്തനങ്ങൾ,
For example, another typical example is researching and doing a literature survey ഒക്കെ ചെയ്തില്ലേ നമ്മൾ എന്തിനാ ചെയ്യണേ? Because we need to understand what they did. And then on that only we can build. അതാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത്. അപ്പൊ നോളജ് അത് മുമ്പ് ചെയ്തിരുന്നവരോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കലാണ് ആ നോളജിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ. And നൃയജ്ഞം is the gratitude to our fellow beings, our present responsibilities. നമ്മളിപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള duties and responsibilities are part of the nൃയജ്ഞ to help contemporaries, your comrades, society, etc. Bhutayajna is the gratitude to the environment, our responsibilities to lesser evolved things, creatures, plants, environment, etc. നമ്മളെക്കാളും മാനസികമായിട്ട് താഴെ നിൽക്കുന്ന evolved evolutionൽ അവരെ നമ്മൾ ഒരിക്കലും we should respect that because of them only we are also living. Other environmental protection, etc. are part of Bhutayajna. Looking after animals, plants, trees, not cutting trees, etc. 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 ദേവയജ്ഞ ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഉള്ളിലുള്ള ത്രിമൂർത്തികളുണ്ട്. ആ ത്രിമൂർത്തികൾ മാത്രമല്ല ഒരുപാട് മറ്റ് ദേവന്മാരും ഉണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ടു അവർ ഇൻഹറന്റ് കേപ്പബിലിറ്റീസ്. നമ്മളുടെ ഉള്ളില് ഈ കേപ്പബിലിറ്റീസ് ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള കേപ്പബിലിറ്റീസും ഉണർന്ന് പ്രവർത്തിക്കുന്നതായിട്ടുള്ള കേപ്പബിലിറ്റീസും ഉണ്ട്. അപ്പൊ ഉണർന്ന് പ്രവർത്തിക്കുന്ന കേപ്പബിലിറ്റീസിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിനെ എൻഹാൻസ് ചെയ്യാനുമായിട്ട് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യണം. ഇപ്പൊ പാട്ടിന് വാസന ഉണ്ടെങ്കിൽ പാട്ട് സാധകം ചെയ്യണം. അത് ഓരോന്നും അത് ചെയ്യാനായിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസസ് ചെയ്തുകൊണ്ടിരിക്കണം. അവർ പ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽസ് അതിനെ നമ്മൾ കൂട്ടി കൊണ്ടുവരാനായിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് ദേവയജ്ഞം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇതിലും പറഞ്ഞത്. അതായത് നമ്മളുടെ ഉള്ളിലുള്ള ദേവന്മാരെ പ്രസാദിപ്പിച്ചാൽ അവര് നമ്മൾ പ്രസാദിക്കും. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള സരസ്വതി ദേവിയെ ഞാൻ പ്രാർത്ഥിച്ചാൽ, എൻ്റെ ഉള്ളിലുള്ള സരസ്വതി ദേവിയെ പ്രാർത്ഥിച്ചാൽ എൻ്റെ ജ്ഞാനം ഉദിക്കും. Saraswati Devi is that power of knowledge within us, and the power of knowledge is exhibited only through the regular practice, reflection and applications. അത് ചെയ്യുമ്പോഴാണ് നമ്മൾ സരസ്വതി പൂജ ചെയ്യുന്നത്. അപ്പൊ സരസ്വതി ദേവി നമ്മളെ പ്രസാദിക്കും. That is the process. And Brahmayajna is the gratitude to our subtle cognitive functions, our eternal wisdom. നമ്മളുടെ ഉള്ളില് മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ വിവേചന ബുദ്ധിയും അത് ഉപയോഗിച്ച് അതിന്റെ മുകളിലേക്കുള്ള ആ സട്ടിലായിട്ടുള്ള ഇന്റലക്ട്, അങ്ങനെയുള്ള ആ ഇന്റലക്റ്റിനെ ഡെവലപ്പ് ചെയ്യുന്നതും, എന്നിട്ട് ആ ലോകത്തിനെ ഇപ്പൊ നേരത്തെ പറഞ്ഞു സാക്രിഫൈസ് ഈസ് ദ ബേസിസ് ഓഫ് ബ്രഹ്മൻ എന്ന് പറഞ്ഞു. അപ്പൊ ബ്രഹ്മതത്വത്തിലേക്ക് നമ്മളെ ഇപ്പൊ പറഞ്ഞ ഈ സാക്രിഫൈഷ്യൽ ആയിട്ട് സാക്രിഫൈസസ് എപ്പൊക്കെ നമ്മൾ ചെയ്യുന്നു അപ്പൊക്കെ ബ്രഹ്മയജ്ഞമാണ് നമ്മൾ ചെയ്യുന്നത്. ബിക്കോസ് സാക്രിഫൈസ് ഈസ് ഓൺ വിച്ച് ബ്രഹ്മ റെസ്റ്റ്സ്. Therefore all the sacrifices that you make are brahmayajnas. അതാണ് ഇവിടെ. ഇത് ദിവസവും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിതൃയജ്ഞം, നൃയജ്ഞവും, ഭൂതയജ്ഞവും, ദേവയജ്ഞവും, ബ്രഹ്മയജ്ഞവും ഡെയിലി ആക്ടിവിറ്റീസിൽ കൊണ്ടുവരണം എന്നാണ് സനാതന ധർമ്മത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിലേ നമ്മൾ സനാതന ധർമ്മി ആവുന്നുള്ളൂ. Therefore we should practice that. And the samarpana bhava, the process of engaging in your duties and actions with the mindset of work is worship എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. വർക്ക് ഇസ് വർഷിപ്പ് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡോടുകൂടി പ്രവർത്തിക്കല്. ആൻഡ് വിത്ത് യജ്ഞ സ്പിരിറ്റ്. അവിടെ അപ്പൊ യജ്ഞ സ്പിരിറ്റും കൂടെ കമ്പൈൻ ചെയ്യണം. അതിൽ ഈസ് കോൾഡ് സമർപ്പണ ഭാവ. അപ്പൊ വർക്ക് ഇസ് വർഷിപ്പ് കമ്പൈൻഡ് വിത്ത് യജ്ഞ സ്പിരിറ്റ് ഈസ് സമർപ്പണ ഭാവ. ഇറ്റ് കംസ് വിത്ത് ഇറ്റ് the attitude of dedication and an attitude of offering. ആ വർഷിപ്പാണ് attitude of offering and dedication, സമർപ്പണം. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് സമർപ്പണ ഭാവം ആവുന്നത്. ഡെഡിക്കേഷൻ ആൻഡ് ഓഫറിംഗ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലികളിലെ ഡെഡിക്കേഷനും ആൻഡ് ആസ് ആൻ ഓഫറിംഗ് ടു ദി ഹയർ ഫോഴ്സസ്. അപ്പൊ ഈശ്വര സങ്കല്പം, ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ വിത്ത് ഡെഡിക്കേഷൻ, അതാണ് സമർപ്പണ ഭാവം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റേ പ്രസാദഭാവം വരും. നമ്മൾ അമ്പലത്തിൽ പോകുന്നു, ഈശ്വരനെ പ്രസാദിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് പ്രസാദം കിട്ടുന്നു. ആ പ്രസാദം കിട്ടിയത് നമ്മളെ ഇത് പോരാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ പൂജാരിയായിട്ട് വെയിറ്റ് ചെയ്യാറില്ല. അത് മേടിച്ച് തൊഴുത് വണങ്ങി നമ്മൾ പുറത്തേക്ക് മാറി പോവുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, അപ്പൊ വേറൊരാൾ അതിലേ വരുന്നു, അയാൾക്ക് പ്രസാദം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിലെടുത്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യും. അത് അങ്ങനെയുള്ള സമർപ്പണ ഭാവം, ദാറ്റ് ഇസ് വർക്ക് ഇസ് വർഷിപ്പ്, ലവ് ഓഫ് വർക്ക്, സാക്രിഫൈസ്, കെയർ ആൻഡ് എഫിഷ്യൻസി, നോ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, നോ പ്രെജുഡിസസ് ആൻഡ് നോ സെൽഫിഷ്നെസ്. ഇങ്ങനെയുള്ള കുറെ സംഗതികൾ ചേർത്തതാണ്. ഡെഡിക്കേഷൻ ഈസ് എ മൈൻഡ് സെറ്റ് ഓഫ് ഓൾ ദിസ്. ആൻഡ് അത് ഇപ്പൊ ടേക്കിംഗ് ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ പ്രതിഫലിക്കും സമർപ്പണം?
It's not a show of one. Initiative എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആളാവാൻ വലിയ ആളാവാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയല്ല. But rather an act of dedication for the larger organizational goal എന്ന് പറഞ്ഞ ബോട്ടം ലൈൻ ഫോർ എക്സാമ്പിൾ അതിനു വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ് ആയിരിക്കണം. അതാണ് സമർപ്പണം. That is dedication. When you take initiatives hitting the bottom line, that is when it becomes an initiative, and that is samarpana bhava. Initiative is not just about coming up with ideas. അതുകൊണ്ട് വെറുതെ ഐഡിയ കൊണ്ടുവരില്ല മാത്രമല്ല, it is also about striving to rally all the resources. അതിനു വേണ്ട അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ റിസോഴ്സസിനെയും ഒരുമിച്ച് കൊണ്ടുവരുവാനും എന്നിട്ട് ആ ഇനീഷ്യേറ്റീവ് ഐഡിയയെ പ്രാക്ടീസ് ആക്കി മാറ്റാനും നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്ന് പറയുന്നത് അതിന് ദാറ്റ് ഇസ് ഡെഡിക്കേഷൻ. അത് ആറ്റിറ്റ്യൂഡ് ഓഫ് ഡെഡിക്കേഷൻ ആണ്. അല്ലെങ്കിൽ ഇറ്റ് ഇസ് ജസ്റ്റ് ഒരു വിംസിക്കൽ ആയിട്ടുള്ള ഐഡിയാസ് ആയി മാറുന്നു. സെൽഫ് മാനേജ്മെന്റ് ഈസ് എൻ ആക്ട് ഓഫ് ഡെഡിക്കേഷൻ. നമ്മളുടെ കേപ്പബിലിറ്റി സെൽഫ് ഉപയോഗിച്ച് BMI എൻഹാൻസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ആക്ട് ഓഫ് ഡെഡിക്കേഷൻ ആണ്. ബിക്കോസ് ഈ BMIയുടെ കേപ്പബിലിറ്റീസ് ഒക്കെ ദേവന്മാരാണ്. ആ ദേവന്മാരെ പ്രസാദിപ്പിക്കൽ എന്ന് പറയുന്നത് സെൽഫിനോട് ചെയ്യുന്നതായിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യുന്നത് അൺസെൽഫിഷ് ആയിട്ട് ചെയ്യാൻ കൂടി വേണം. അതിന്റെ മറ്റേ ആറ്റിറ്റ്യൂഡ്സ് is an act of dedication. Self management, understanding your own self energy levels, finding meaning in work. അപ്പോൾ നമ്മൾ ഇഷ്ടമില്ലാത്ത ജോലികൾ ചെയ്യുമ്പോൾ പോലും നമ്മൾ let us say we are doing things that we do not really like, but we are forced to do it because it is part of our duties, and it is also part of our duties because we have a priority that we cannot chuck the job, but because of various other reasons, and we have to do it. അപ്പോൾ ചെയ്യുമ്പോൾ വെറുതെ ഇങ്ങനെ ഒരു ജസ്റ്റ് നാം കെ വാസ്ത എന്നൊക്കെ പറയണ പോലെ ചെയ്യുന്നതിന് പകരം യു ഹാവ് ടു അപ്പൊ ആ ഇഷ്ടമില്ലാത്ത ജോലിയിൽ എന്തെങ്കിലും മീനിങ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയാൽ things will become different. Find meaning in what you are doing. That is our ഇത് thought powered strategy ആണ്. And I think in the 21st century, especially our youngsters and children, they should actually they are all thought powered and they are working in thought powered places or aiming to go there, and then that these attitudes are a must. Directing work environment and strategy. അത് നമ്മളുടെ തന്നെ വർക്ക് എൻവയറമെന്റും സ്ട്രാറ്റജീസിനെയും നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കണം. അല്ലാണ്ട് മറ്റവരാരെങ്കിലും പറയണ മാതിരി ചെയ്യും അത് ചെയ്യും അവിടെ ചെയ്യും എന്ന് പറയുന്ന മാതിരി ആവരുത്. നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് നമ്മൾ ഉയരണം, ചിന്താശക്തി ഉയർത്തണം. Networking, അതുപോലെ connections to outside world, proactively building it, making connections in the outside world, consciously expanding it, and helping others also to help expand. മറ്റുള്ളവർക്കും ഇതുപോലെ കണക്ഷൻസ് ഉണ്ടാക്കി കൊടുക്കുവാനും ഒക്കെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ക്രിയേറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്ന ഒരു കേപ്പബിലിറ്റി വിച്ച് വിൽ ടോക്ക് അബൌട്ട് ലേറ്റർ. ഡെഡിക്കേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് മൾട്ടിപ്പിൾ പെർസ്പെക്ടീവ്സ്, അതായത് പല വിധത്തിൽ പല നോളജ് സോഴ്സസും ആയിട്ടുള്ള ഒരു എന്താ പറയാ നമ്മളുടെ പ്രതിഭ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല വിധത്തിൽ അത് നമ്മൾ എപ്പോഴും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കോൺഷ്യസ് ആയിരിക്കണം. ബിൽറ്റ് അപ്പോൺ ദ ഫൗണ്ടേഷൻസ് ഓഫ് ഒബ്സർവേഷൻ, ജനറലൈസേഷൻ ആൻഡ് ലേണിംഗ്. അങ്ങനെ നമുക്ക് ഒബ്സർവേഷൻ, ജനറലൈസേഷൻ, ലേണിംഗ് എന്നൊക്കെ പറയുന്ന നമ്മളുടെ കേപ്പബിലിറ്റീസ് ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ പ്രാക്ടിക്കൽ പർപ്പസസ്. എന്തെങ്കിലും വെറുതെ ഡെവലപ്പ് ചെയ്യലല്ല, ഇറ്റ് ഹാസ് ടു ബി യൂസ്ഫുൾ ടു ദ സൊസൈറ്റി, ഫോർ അതർ പീപ്പിൾ. അതിനുവേണ്ടി ചെയ്യാനായിട്ട് അതിനെയാണ് ക്രിയേറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ത്രൂ സമർപ്പണ ഭാവ. എങ്ങനെയാണ് സമർപ്പണ ഭാവം ഉണ്ടെങ്കിൽ ഹൗ ക്യാൻ യു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ഇൻ ഓർഗനൈസേഷൻസ്? അപ്പൊ അത് ഹൗ, ഫോർ എക്സാമ്പിൾ സ്ട്രാറ്റജീസ്, കൺസിസ്റ്റന്റ്ലി സ്പോട്ടിംഗ് ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ആൻഡ് മേക്കിംഗ് ഷുവർ സംതിങ് ഗെറ്റ്സ് ഡൺ അബൌട്ട് ദം. അതാണ് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ടീമിൽ, നമ്മുടെ ഓർഗനൈസേഷനിൽ, നമ്മളുടെ തന്നെ പ്രവർത്തനങ്ങളിൽ എല്ലാത്തിലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ആവരുതെന്ന് മാത്രം. ഇറ്റ് ഹാസ് ടു ബി വിതിൻ ദ ടീം, വിതിൻ ദി ഓർഗനൈസേഷൻ, ലാർജർ പെർസ്പെക്റ്റീവിൽ. ഇവിടെയൊക്കെ പ്രോബ്ലംസ് കാണുകയാണെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കരുത്. ബ്രിങ് ഇറ്റ് അപ്പ് ആൻഡ് ട്രൈ ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്, ഓർ ട്രൈ ടു മേക്ക് അതേഴ്സ് ഡു സംതിങ് അബൌട്ട് ഇറ്റ്. അത് സമർപ്പണഭാവമാണ്, നമ്മുടെ ഓർഗനൈസേഷനോടുള്ള സമർപ്പണഭാവം. Always getting work done on time and with high quality. Focused. Keeping stakeholders informed about work progress and how it will impact other people and projects. നമ്മുടെ സൈഡിൽ നിന്ന് ഡെഡിക്കേഷൻ്റെ ആസ്പെക്ട് ആണ്. Talking to people and finding about things and keeping നമ്മുടെ മാത്രം ഫോക്കസ്, എൻ്റെ ജോലി അതിലിങ്ങനെ അങ്ങനെ ആവരുത്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ if we sport, we have to take action proactively. Consistently succeeding at delighting internal and external customers. എല്ലാ ദിവസവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കണം. അതിന് മറ്റുള്ളവർക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കി കൊടുക്കണം നമ്മളുടെ പ്രവർത്തനത്തിൽ.
How can you do that? That excitement generation in other people's minds. Succeeding at working across organizational boundaries. അതായത് അത് ഔട്ട്സൈഡ് നെറ്റ്വർക്കിങ്ങും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇൻപുട്സ് എടുക്കാനും, അല്ലെങ്കിൽ ടീമിന്റെ ഒരു ടീം മാത്രമാണെങ്കിൽ വേറെ കുറെ ടീംസ് ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ മറ്റേ ടീമുകളൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് അവിടെ നിന്നൊക്കെ നമുക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവർക്ക് നമുക്ക് കൊടുക്കാവുന്ന ഹെൽപ്പുകൾ കൊടുക്കുക എന്നൊക്കെ ഇല്ലേ. അത് അല്ലാണ്ട് ഡോണ്ട് ഗെറ്റ് ക്യൂബിക്കിൾഡ് ഇൻ ടു ബൗണ്ടറീസ്, ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട്. അല്ലാണ്ട് എനിക്ക് പറ്റില്ല, ഈ ടീമിൽ പറ്റില്ല, ആ ടീമിൽ പോകണം എന്ന് പറഞ്ഞ പോലെയല്ല. ഈ ടീമിൽ ഇരുന്നു കൊണ്ട് നമ്മളുടെ ജോലികൾ നന്നായിട്ട് ചെയ്തുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് ഉള്ള കണക്ഷൻസ് ഉണ്ടാക്കുകയും അവർക്ക് ഫലപ്രദമായിട്ടുള്ള ഹെൽപ്പുകൾ കൊടുക്കുകയും അവരിൽ നിന്ന് നമുക്ക് നേടാൻ പറ്റുമെങ്കിൽ അത് നേടുകയും എടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സിനർജറ്റിക് അപ്രോച്ച്. Understanding how and why external competitive pressures change daily work routines and responding positively to the changes. അപ്പൊ ചില സമയത്ത് നമ്മൾ ചില സംഗതികൾ പുറമേ നിന്നുണ്ടാവുന്ന കാര്യങ്ങളെ കൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ ടിപ്പിക്കൽ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ എക്കണോമിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ അസസ്മെന്റ് സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ മാനേജർ പറഞ്ഞിരുന്നു, അടുത്ത കൊല്ലം ഞാൻ ഇത്രയും 10% ഹൈക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊല്ലത്തെ അസസ്മെന്റ് ടൈമിൽ അത് ഇൻസിസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അല്ലെ, ദാറ്റ് ഈസ് നോട്ട് ബീങ്, കാരണം എസ്പെഷ്യലി വി നോ ദാറ്റ് ദർ ഇസ് എൻ എക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് ദ കമ്പനി ഈസ് ഡൂയിങ് ബാഡ് എന്നൊക്കെയുള്ള ബോധം നമുക്ക് ഉണ്ടെങ്കിൽ, അല്ലെ എല്ലായിടത്തും അങ്ങനെ ആണെന്നല്ല, അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുമാതിരി വി ഹാവ് ടു ബി കോൺഷ്യസ് അബൌട്ട് ഓൾ ആൻഡ് വി ആർ തിങ്കിങ് ഇൻ ദോസ് ടേംസ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചില കോംപ്രമൈസസ് ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ വി വിൽ ഡു ഇറ്റ്. That's all, samarpana bhavathinte bhavangala, that actually increases the productivity of organizations. And not getting overly frustrated by politics, but striving to understand the rationale behind various decisions and actions of superiors, of team leads, etc. അത് ഇവർ പൊളിറ്റിക്സ് ആണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ആംഗിളിൽ കാണരുത്. അതിൻ്റെ ഉള്ളിൽ അതെന്താണ്, വാട്ട് ഈസ് ദ എസെൻസ് ഓഫ് ഇറ്റ്, അതിനെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമം. ഇതൊക്കെ all these attitudes of Tyaga Samarpana Bhavas are going to be making a productive team and a productive organization. Think about a team where everyone works with this Samarpana Bhava, with all these aspects covered. That will be one of the greatest teams on earth. And you can see that happen. You can experience that happening if you have that attitudes. And this is what Krishna was talking to Arjuna. So, prasada bhava, adana avasanatha bhava idil varunna. Adayathu do your duties to the best of your abilities, following the systems and processes in place and accept the results that accrue. We should develop the attitude to accept what comes with love and gratitude, without any insistences or resistances, likes or dislikes, and share the fruits with others. Share the fruits with others. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രസാദം വാങ്ങി വരുമ്പോൾ ഒരാൾ ചോദിച്ചാൽ ആ പ്രസാദം സന്തോഷത്തോടുകൂടി കൊടുക്കും. എനിക്ക് കിട്ടിയ പ്രസാദമാണെന്ന് ആരും പറയാറില്ല. സാധാരണ അത് നമ്മൾ കൊടുക്കും, അല്ല എന്ന് പറയുന്ന ഭാവത്തിൽ നമുക്ക് കിട്ടിയത് നമ്മൾ ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത് കൊടുക്കും. This is the attitude of cheerful acceptance and accept and move forward എന്ന് പറയുന്നത്. That is prasada bhava, of compliance, of detachment, gratitude, equanimity and service. Cheerful acceptance is thus about choosing the attitude of positivism to face a situation as against getting perturbed and anxious. And നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കൂടിയിട്ട് മുമ്പോട്ട് പോകല് പ്രസാദഭാവത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്. Acknowledge what is true today in the current situation, ഇന്നത്തെ സത്യം. Yes, this is how it is, and therefore we accept it without being prejudiced or without judgment. And decide what is it that we want tomorrow. പിന്നെ എന്താണ് എനിക്ക് നാളെ വേണ്ടത് എന്ന് വെറുതെ വിചാരിക്കൽ മാത്രം പോരാ. And to be different from what it is now. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് പ്രസാദഭാവമാണ്. Do something to focus on today to make that goal real and do something now. That is an aspect of prasada bhava. Share the results. Always be ready to share the results. ഈ പ്രസാദ ഭാവത്തോടുകൂടി ഇങ്ങനെ സെൽഫിഷ്നെസ് എന്താണ്, സെൽഫ്ലെസ്നെസ് എന്താണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ആണ് ഈ യജ്ഞഭാവത്തിന്റെ പല ആസ്പെക്റ്റുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പറയുന്ന കുറച്ച് ശ്ലോകങ്ങളിൽ അതിന്റെ ആറ്റിറ്റ്യൂഡ്സിനെ പറ്റിയാണ് പറയുന്നത്. Therefore, today in summarizing, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്, your world is limited, bound by the selfish actions you undertake. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ ഞാൻ സമ്മറൈസ് ചെയ്യാണ്.
Therefore, perform your duties unselfishly to break free from those limitations. Humans evolved with sacrifice. Let sacrifice be your milk cow of your desires. This sacrifice, being the milk cow of your desires, is exhibited through various aspects of these strategies that we discussed now. അല്ലെങ്കിൽ നമ്മള് ഇത് വെറും ഒരു മിൽക്ക് കൗ ആയിരിക്കണം സാക്രിഫൈസ് എന്നിട്ട് വെറും വാക്ക് മാത്രമായി മാറുകയാണ്. Unless and until you know the details of how you can apply that in the workplaces daily, there is no meaning. So you have to understand that. Nourish your productive and creative potentials through sacrifices, and they in turn your persona. Thus, nourishing each other, you will attain perfection. What is it? You talk about those self-management strategies, and then you will see that in action. Your nourished potentials will help you reach desired goals. So if you enjoy benefits without making any sacrifices, then you are verily a thief. അല്ലെ, നമ്മളുടെ കഴിവുകളെ വികസിപ്പിക്കാണ്ട് നമ്മള് ഫ്ലാഗറൈസ് ചെയ്യുക, എന്നിട്ട് മറ്റേ കട്ടെടുത്തിട്ട് മറ്റേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, വേറൊരാളിൽ നിന്ന് ഹെൽപ്പ് വാങ്ങിച്ചിട്ട് അയാളെ അക്നോളജ് ചെയ്യാണ്ട് എന്റെ ജോലിയാണ് ഇത്, എന്റെ ഐഡിയ ആണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് സിൻ. ഇറ്റ് ഈസ് വെരിലി യു ആർ എ തീഫ്, ഐഡിയ തീഫ്. Righteous who enjoy the benefits of sacrifices are free from sin. അങ്ങനെ സാക്രിഫൈസ് ചെയ്ത് ഉണ്ടാക്കുന്ന എന്റെ കഴിവുകൾ കൊണ്ട് എനിക്ക് പ്രവർത്തനങ്ങളിൽ ചേർപ്പെട്ട് എനിക്ക് എന്ത് കിട്ടുന്നുവോ അതൊന്നും പാപത്തിന്റെ ഫലമല്ല. നേരെ മറിച്ച് ഞാൻ കട്ടെടുത്തിട്ട് മറ്റുള്ളവരിൽ നിന്നുള്ള ഹെൽപ്പോടുകൂടി ചെയ്യുന്ന പണി അവർക്ക് അക്നോളജ്മെന്റ് കൊടുക്കാണ്ട് ചെയ്യുമ്പോൾ അത് പാപമായി മാറുന്നു. But sinful ones who only work for their own sake, they incur sin. അങ്ങനെ നമ്മൾ ചെയ്താൽ sooner than later you will fall down. Then comes the action, sacrifice, rain, food, and sacrifice is the fundamental basis of everything. And when you sacrifice, you go to the level of infinitude. If you do not follow this cycle of action and only enjoy the fruits selfishly, then you are a sinner and your life is in vain. But if you rejoice only in the joys of the self, inner self, selflessness, satisfied by the joys of the self and content with the joys of the self, then you have nothing else to do. It is all, things will come. All the things will come if we are doing that in that attitude. You will not be perturbed by hope and despair. You will be a steady state of mind and equipoised of intellect and becomes the complete honor of your action. Perfection letum in the രണ്ടാമത്തെ അധ്യായത്തിൽ അവസാനം പറഞ്ഞത് അതുകൊണ്ടാണ്. Therefore, carry out your duties selflessly. For doing your duties, you will reach perfection. അങ്ങനെ സെൽഫ്ലെസ് ആയിട്ട് ഈ പറയുന്ന ആറ്റിറ്റ്യൂഡ് കൂടി എന്ത് പ്രവൃത്തി ചെയ്താലും, ഇന്ന് നമ്മൾ എന്ത് തിക്ത അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിലും, sooner than later, be sure, confident that things will start changing and you will become better. Your conditions will become better. Your environment will become better, and you will be surrounded by the light of knowledge and equanimity, peace, and tranquility. Thank you. ഇന്നത്തെ നമ്മൾ മൂന്നാം അധ്യായത്തിൽ 19 ശ്ലോകം കഴിഞ്ഞു. ബാക്കിയുള്ള 10-20 ശ്ലോകം കൂടി ഉണ്ട്. 22 ശ്ലോകം, 23 ശ്ലോകം കൂടി ഉണ്ട്. അത് നെക്സ്റ്റ് അടുത്ത ആഴ്ച നമുക്ക്. വർമാജി ഒരു ചോദ്യം ചോദിക്കണം എന്ന് ചോദിച്ചിരുന്നു. ഇവിടെ അദ്ദേഹം ഞാൻ കണ്ടില്ല. സാർ ഇവിടെ ഉണ്ടോ? ഗുഡ് ഈവനിങ് സതീഷ്. സോറി, ഞാൻ ജസ്റ്റ് വീഡിയോ ഓഫ് ചെയ്ത് ഞാൻ ആഹാരം കഴിക്കാൻ സമയത്തിന് കഴിക്കണം എന്നുള്ളതുകൊണ്ട് അത് ജസ്റ്റ് നോ പ്രോബ്ലം. ഐ വിൽ റൈസ് ദാറ്റ് ക്വസ്റ്റ്യൻ. സോറി, ഡ്യൂ അപ്പോളജി ടു എവരിബഡി. It's again outstanding everything. Just can you go back to that that screen where the third sloka of this chapter 3 is shown? First or second this thing again, going back, I think still back again, back one more. No, here okay. It is written that this in the previous chapter 2 paths were talked about: the path of knowledge for those blessed with the power of thinking, and the path of action for those who are dynamic in action. Actually, that sloka is saying that lokasmin pura prokta maya anakha. I mean, I have given to the world in times of yore. And from the beginning itself, it is given to the world of humanity in 2 paths. And actually, it is not in the previous chapter. That is my only submission. That's part of a larger question which I may raise later.
ഈ സെൽഫ്, ദ ഇൻഫിനിറ്റ് സെൽഫ്, ദ സെൽഫ്, അതാണ് നമ്മൾ കൃഷ്ണൻ അവിടെ പ്രതിദാനം ചെയ്യുന്നത്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സെൽഫ്. ഈ സെൽഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ്, നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത്, ഇറ്റ് ഈസ് എറ്റേണൽ, ഇറ്റ് ഈസ് എവർലാസ്റ്റിംഗ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. ഇറ്റ് ഈസ് there from time immemorial, it has been there, and from then onwards it has, we have already seen that sacrifice is the basis of everything എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് പറയുന്നത് തോന്നുന്നു. There he is giving equal importance to both. Adana the larger question which when we discuss will that equal ആണ്. Even the Shankaracharya is defining differently. Yes. Because our doubt there, just to clear, I mean, a little bit, I will discuss later also. But only thing, Shankaracharya is think that path of action will lead to the path of knowledge. And then only it will lead to the goal. Absolutely. But here, Gita does not say like that, I feel, or it says that path of action also lead to the goal, and path of knowledge also lead to the goal. But there, once we reach, you will get that knowledge, divine knowledge. That is not path of knowledge. There's a confusion there. You don't have to again go back to the path of knowledge. After being a karma yogi, again you need not become a sannyasi. But Shankaracharya that you have to be a Brahmin, and then also you have to become a sannyasi. Then you will get moksha. That's what he's saying. But path of knowledge, that is one thing that has harmed India also. Path of knowledge, both have harmed. Path of knowledge. Sorry. Go on. Path of knowledge, we need not again enter path of knowledge. Just like Satish, you are karma yogi. You can also reach the ultimate siddhi. It's like a path of one who has left house or is involved only in jnana and not in a normal any other karma. So both are equal. And അവിടെ എനിക്കുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, path of knowledge is not the path of sannyasa. But Shankaracharya is defining like that. No, I am. നമുക്ക് ശങ്കരാചാര്യന്റെ സ്വാമികൾ പറയുന്നതല്ല. ഈവൻ ശങ്കരാചാര്യ സ്വാമികൾ ഇങ്ങനെ സമ്മറൈസ് ചെയ്തിട്ടുണ്ട്, അതായത് the path of action will lead you to the path of knowledge എന്ന്. അത് ശരിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് path of action വഴി എനിക്ക് വളരെ എക്സാമ്പിൾസ്, പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഉണ്ട്. There are people who have not been educated at all, very complex activities just because of the fact that they have been doing it for years. 10-20 കൊല്ലം ഒരു പ്രവർത്തിയിൽ ഏർപ്പെട്ടുകൊണ്ട് ആ പ്രവൃത്തിയുടെ നോളജ് ഉള്ള ഒരാളെ പറയുന്ന അതേ ഡീറ്റെയിൽസ് ഈ 10-20 കൊല്ലം ചെയ്ത് അവർ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് പേരെ കാണാം. അപ്പൊ അതാണ് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അതെ, പക്ഷെ വേറെടുത്ത് അദ്ദേഹം പറയുന്നത് അതല്ല. പക്ഷെ ഈ രണ്ടും ഈവൻ ഈ കർമ്മത്തിൽ നിന്ന് തന്നെ കർമ്മയോഗ, അതിനകത്ത് നോളജ് ഇസ് കമ്മിങ്. വിത്തൗട്ട് നോളജ്, ബുദ്ധി കർമ്മ ഇസ് ഓൾസോ നീഡഡ്. വിത്ത് ദാറ്റ് ഓൺലി യു ഹാവ് ടു പ്രോഗ്രസ്. So similarly, jnana margam, that's also jnana yoga margam also involves karma. Yajnam, danam, tapam, to follow that also. So both have this ingredient. One is not higher than other. Yes. One is not higher than other. Higher, it's a concept brought by Shankaracharya into the Gita. Gita doesn't say that one is higher. അത് ഗീതയിലെ ഹയർ ആണ്, നോളജ് ഹയർ ആണെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ knowledge, divine knowledge you will get, that is highest, but that's not the path of knowledge. അല്ല, അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, എനിക്ക് ശങ്കരാചാര്യ സ്വാമികളെ പറഞ്ഞതിന്റെ ലോജിക് എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിക്കുകയാണെങ്കിൽ തോന്നണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൾട്ടിമേറ്റ്ലി വാട്ട് എവർ യു ഡു, ഇഫ് യു വാണ്ട് ടു റിയലി ഗെറ്റ് യുണൈറ്റഡ് വിത്ത് ദ ഇൻഫിനിറ്റ്, then at that point in time you will know the self. You will get it. When you know the self, that means you have knowledge. Yes, and you will get, and you will get bhakti also, devotion also, and you will get prasadam, grace that you are told. All will get at that time. There it is correct. We are both on the same track actually. Thank you. Thank you so much. That is the only doubt in my mind. Thanks a lot. Thank you. Satish ji, that build, establish, consolidate, that cycle, could you please show that? The build, establish, consolidate cycle kaanichilla no? Adile consolidate, what exactly that? Yeah, this one. So what exactly? Okay.
കഴിഞ്ഞ ചോദ്യം consolidate in the actually what exactly is consolidate? What do you mean by consolidation? Yeah. നമുക്ക് നോക്കാം ഇപ്പൊ ഓരോ ടീച്ചറിന്റെ പ്രൊഫഷൻ എടുക്കാം. അപ്പോൾ ആസ് എ മാത്തമെറ്റിക്സ് ടീച്ചർ ലെറ്റ്സ് സേ, ഓക്കെ, നമ്മൾ ആദ്യം ജോലിയിൽ പ്രവർത്തനത്തിൽ കയറുമ്പോൾ ഉള്ള ഒരു അവസ്ഥ, നമ്മൾ ആദ്യമായിട്ട് മാത്സ് പഠിപ്പിക്കാൻ പോവാണ് 11th സ്റ്റാൻഡേർഡിലും 12th സ്റ്റാൻഡേർഡിൽ നിന്നൊക്കെ വിചാരിക്കാം. നമ്മൾ കോളേജിൽ നിന്ന് വന്നു, പഠിത്ത എം.Ed ഒക്കെ എടുത്ത് വന്നിട്ട് ഉള്ള ആ ആദ്യത്തെ സ്റ്റേജ്. അപ്പൊ M.Ed ഒക്കെ എടുക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. B.Edും M.Edും മാത്തമെറ്റിക്സ് BScയോ MScയോ വാട്ടവർ ആൻഡ് M.Edും ഒക്കെ എടുക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതാണ് നമ്മുടെ ബിൽഡ് ഫേസ്. അത് നമ്മൾ മേ ബി വി വുഡ് ഹാവ് ഡൺ ഇറ്റ് ഡ്യൂറിങ് 20-25 years of age ചെയ്തിട്ടുണ്ടാവണ ഒരു കാര്യമായിരിക്കുമല്ലോ. നമ്മൾ സാധാരണ ഡിഗ്രി എടുത്തു, പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു, അതിന്റെ കൂട്ടത്തിലെ B.Ed എടുത്തു, വാട്ടവർ, അതൊക്കെ എടുത്ത് വരുന്നത് ആ 5 കൊല്ലത്തിലായിരിക്കും അതൊക്കെ നടക്കുന്നത്. നമ്മളൊരു സ്റ്റാർട്ടല്ല, പക്ഷെ ദാറ്റ് ഈസ് ദ ടൈം. ആൻഡ് ദെൻ വാട്ട് യു ഡു, യു എൻ്റർ എ സ്കൂൾ, ലെറ്റ് സേ. And then what will be your prerogative? You will be wanting to establish yourself as a good teacher, and you will also want to establish yourself as somebody who is really good in teaching mathematics as well as in teaching mathematics. രണ്ട് ആക്ടിവിറ്റിയിലും ഞാൻ ഇന്ന് മാത്രമല്ല, you will also want to establish your credentials with the students എന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ്. അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്, എന്നിട്ട് അത് കുറച്ച് കൊല്ലം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ you will become very confident about that, and because the feedback is starting to come now. അതാണ് consolidation phase, where yes, your teachers, your colleagues are recognizing you, and therefore you are trying to you start helping your പുതിയ ടീച്ചേഴ്സ് വരുന്നവരെ ഹെൽപ്പ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. ആൻഡ് യു ആർ മേ ബി ദ സുപ്പീരിയർ സൂപ്പർവൈസേഴ്സ് ഓർ ദ പ്രിൻസിപ്പൽ ഓർ ഹെഡ് മിസ്ട്രസ് ഓർ ഓവർ, അവരൊക്കെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് നമുക്ക് കൂടുതൽ 11th ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ആൾക്ക് നമുക്ക് 12th കൂടെ ക്ലാസ് കൊടുക്കാം എന്ന് പറയുന്നു. അങ്ങനെ വാട്ട് പറയുന്നു, അങ്ങനെ വി കൺസോളിഡേറ്റ്. 11th നിന്ന് 12th എടുക്കാൻ തുടങ്ങി. 12th മാത്രമല്ല, അപ്പൊ നോക്കുമ്പോൾ വേറൊരു റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ തന്നു, ദാറ്റ് യു ആർ മെയ്ഡ് ദ സൂപ്പർവൈസർ ഫോർ ദി ഹയർ ഗ്രേഡ്സ് എക്സെട്ര. അങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യണം നമ്മൾ ചെയ്യുന്നത്. It is not involving anything extra from your side. It is actually because you are comfortable with what you are doing, and therefore you don't നമ്മളിപ്പോ കാർ ഓടിക്കുമ്പോൾ ആദ്യം ഓടിക്കുമ്പോൾ നമുക്ക് കോൺഷ്യസ് ആയിട്ട് ഓടിക്കുന്ന മാതിരി അല്ല. കുറെ ഓടിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതൊരു ഒന്നും അറിയാണ്ട് തന്നെ നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും ചെയ്യും, അല്ലെ? വി ഓൺലി ലുക്ക് അറ്റ് ദ ഫ്രണ്ട് മറ്റേ ട്രാഫിക്, മുമ്പിലുള്ള ട്രാഫിക് മാത്രം നോക്കുള്ളൂ. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ഗിയർ ചേഞ്ച് ചെയ്യണതും ക്ലച്ച് പിടിക്കുന്നതും എല്ലാം എവറിഥിങ് ഈസ് ഗോയിങ് ഓട്ടോമാറ്റിക്കലി വിത്തൗട്ട് ഈവൻ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് വരുന്നതാണ് കൺസോളിഡേഷൻ ഫേസ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ യു ആർ ഹാപ്പി ആൻഡ് തിങ്സ് ആർ ഡൂയിങ്. കാരണം നമ്മൾ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ദിവസവും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ രാത്രി 8 മണിയും 10 മണി വരെയൊക്കെ ഇരുന്ന് നോട്ട്സ് ഉണ്ടാക്കലും ഒക്കെ ആയിരുന്നു. പക്ഷെ കൺസോളിഡേഷൻ ഫേസിൽ വന്നപ്പോൾ വി ആർ ആക്ച്വലി അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സോൾഡ് ഡേയ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാരണം ഇങ്ങനെ പടപടാന്ന് പോയിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ രാത്രി 8 മണി വരെയൊക്കെ കഴിയുമ്പോൾ എല്ലാ പണിയും കഴിയും. ബാക്കിയുള്ള ദിവസം മറ്റേത് 10-12 മണി വരെയൊക്കെ ഇരുന്നിരുന്ന ആള് ഇപ്പൊ 7 മണി 8 മണിയായപ്പോൾ ഫ്രീ ആയി എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തി. കൺസോളിഡേറ്റേഷൻ. അപ്പൊ കൺസോളിഡേറ്റ് ചെയ്തു എന്നർത്ഥം. ആ ഫേസിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, അങ്ങനെ ഇരുന്ന് ഹാപ്പി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. ദാറ്റ്സ് ഇറ്റ്. നോർമൽ പ്രോഗ്രസ്സേ ഉണ്ടാവുള്ളൂ, ആവറേജ് പ്രോഗ്രസ്സേ പിന്നെ ഉണ്ടാവുള്ളൂ. മറിച്ച് ആ സ്റ്റേജിൽ ഇരിക്കുന്ന ആള് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അത് ഓഫ്കോഴ്സ്. അപ്പൊ അതില് ഡ്യൂട്ടീസിന്റെ റെസ്പോൺസിബിലിറ്റീസ് കൃഷ്ണൻ പറയുന്നത് പ്രകാരം അത് മാത്രമാണോ നമ്മുടെ ഡ്യൂട്ടി എന്ന് കൂടെ നോക്കേണ്ടി വരും. അതല്ല, എനിക്ക് വേറെ ഡ്യൂട്ടീസും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിലും നമ്മൾ എൻഗേജ്, അതും കൂടെ എല്ലാം മാപ്പ് ചെയ്തിട്ട് മാച്ച് ചെയ്തിട്ട് വേണം, ബാലൻസ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ. അത് ഓവറോൾ സിറ്റുവേഷൻ. അത് ആ ആസ്പെക്ട് ഞാൻ ഇപ്പൊ പറയുന്നില്ല എന്ന് മാത്രം, ഞാൻ ഇപ്പൊ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു എന്ന് മാത്രം. ദാറ്റ്സ് ദ കൺസോളിഡേഷൻ ഫേസ്. ഇത് ഏത് പ്രൊഫഷനിലും കാണാൻ പറ്റും. പിന്നെ one more thing, ഈ കർമ്മയോഗി ആൻഡ് ഡൂയിങ് യുവർ കർമ്മ. ഫോർ എക്സാമ്പിൾ, ഇഫ് എ സ്റ്റുഡൻറ് നമ്മളിപ്പം കർമ്മം ചെയ്യുന്ന, if you see, okay, I want to get into so and so college and you're working for it and tirelessly working, ആ കുട്ടീനെ കർമ്മയോഗി എന്ന് അന്നേരം നമുക്ക് വിളിക്കാൻ പറ്റുമോ? നമ്മൾ ഒരു കോളേജിൽ എനിക്ക് കയറണം, ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ആ ഒബ്ജക്റ്റീവ് വെച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരാൾ കർമ്മയോഗി എന്നൊന്നും പറയാൻ പറ്റില്ല. കർമ്മയോഗി എന്ന് എപ്പോ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എന്ത് സബ്ജക്റ്റ് ആണോ പഠിക്കുന്നത് ആ സബ്ജക്റ്റിലുള്ള എന്റെ പ്രാവീണ്യം, എന്റെ നോളജ്, എന്റെ കണക്ഷൻസ് ഇൻ ദ നോളജ്, അത് എനിക്ക് എൻഹാൻസ് ചെയ്തിട്ട് അത് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സിന്റെ സ്ഥിതി എനിക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നതായിരിക്കണം എന്റെ ഗോൾ. അപ്പൊ then you become a karmayogi in that aspect. Absolutely. But not when you set your eyes on something and then you work towards it. But you are getting limited.
Yeah, true. മറ്റേതാവുമ്പോൾ അങ്ങനെയല്ല, യു വിൽ അച്ചീവ് ദാറ്റ് ഓൾസോ ആൻഡ് ഈവൻ ബിയോണ്ട് ദാറ്റ്. അതാണ് കർമ്മയോഗത്തിന്റെ പ്രിൻസിപ്പിൾ. So destination should not be in your mind while working. Is it true? ഡെസ്റ്റിനേഷൻ എവറി പോയിന്റ് ഇൻ യുവർ ലൈഫ് അപ്പൊ ചെയ്തുകൊണ്ട് അത് ഡെസ്റ്റിനേഷൻ ആണെന്ന് വെച്ച് വർക്ക് ചെയ്യണം. ബട്ട് അറ്റ് ദ സെയിം ടൈം യു ഹാവ് ഹയർ ഗോൾസ്. നമ്മളൊരു റിസൾട്ട് മാത്രം കണ്ണിൽ വെച്ചുകൊണ്ടല്ല പ്രവർത്തിക്കേണ്ടത്. ബട്ട് യു സ്റ്റാർട്ട് എൻജോയിങ് ദ പ്രോസസ് ആൻഡ് ലിവിങ് ഇൻ ദ മൊമെന്റ് ആൻഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് തിങ്സ് ആർ ഡൺ പ്രോപ്പർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദ ഗോൾ ഓൾസോ വിൽ ബി റീച്ച്ഡ്. Yeah. So other absolutely how is it possible? It is definitely possible. നമ്മളിപ്പോൾ അതിപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന പല ആൾക്കാരും ചിന്തിക്കും എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ ഇപ്പോൾ ഒരാൾ പറയുകയാണ് എനിക്ക് ഒരു പർട്ടിക്കുലർ സ്ഥലം ഒരു സ്ഥലത്ത്, ഇപ്പം ഞാൻ ഇപ്പം ചോദിച്ച ചോദ്യത്തിൻ്റെ ഇതായിട്ട് പറയുകയാണ്, ഇപ്പം ഇന്ന സ്ഥലത്ത് എനിക്ക് പഠിക്കാനായിട്ട് അഡ്മിഷൻ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നതും അതെന്താ അതാണ് എനിക്ക് നല്ലത് എന്ന് നമ്മളിപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്തത് കൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്. നമ്മൾ that is what I want, and then you have decided that is going to be the best for you, and you have already decided. You don't have that karmayogathile 247 le paranathu, you don't have the എന്താ പറയാ, you don't have the right to decide what is good for you എന്ന്. അവിടെ അതാണ് ഗുഡ് അല്ല, what is good എന്നല്ല, അതാണ് ഗുഡ് എനിക്ക് എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള പവർ നിങ്ങൾക്ക് ഇല്ല. That is what Krishna is telling. That is true also. No likes and dislikes. എന്ന് പറയുന്നത് അത് അതിന്റെ ഫങ്ഷണൽ ആസ്പെക്ട്. അതല്ലാണ്ട് ഞാൻ പറയുന്നത് ഇപ്പൊ നമുക്ക് ഓക്കെ ഒരു സ്ഥലത്ത് എനിക്ക് അഡ്മിഷൻ കിട്ടണം, പഠിക്കാൻ അഡ്മിഷൻ കിട്ടണം എന്ന് ഞാൻ വിചാരിച്ചു എന്ന് വിചാരിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പൊ തോൽവിയായോ? അല്ല, എന്ന് നമ്മളെ അത് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ, അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ തോറ്റു എന്ന് പറയുന്ന ഒരു മെന്റൽ ആറ്റിറ്റ്യൂഡിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതായത് അതാണ് എനിക്ക് ഗുണം എന്ന് ഞാൻ അങ്ങനെ ഡിസൈഡ് ചെയ്തു എന്ന് പറയുന്ന മാതിരിയാണ്. അപ്പൊ നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് 58 മാർക്ക് 60 കിട്ടി. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഡിസൈഡ് ചെയ്ത്. ക്യാൻ യു ഡിസൈഡ് ദാറ്റ്? ഓർ ഈവൻ പരീക്ഷ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് 60 58 മാർക്ക് കിട്ടിയെന്ന് എനിക്ക് ഡിസൈഡ് ചെയ്യാനുള്ള അധികാരം ഉണ്ടോ? നോ, യു ഡോണ്ട് ഹാവ് ദ പവർ. യു ഓൺലി ഹാവ് ദ പവർ ടു റൈറ്റ്, ദി അതോറിറ്റി ടു റൈറ്റ് ദി എക്സാം ടു ദ ബെസ്റ്റ് ഓഫ് യുവർ എബിലിറ്റീസ്, നത്തിങ് എൽസ്. ദ മാർക്സ് വിൽ ബി ഗിവൺ ബൈ സംബഡി എൽസ്. ദാറ്റ് ഈസ് ദെയർ റെസ്പോൺസിബിലിറ്റി, ഇറ്റ് ഈസ് നോട്ട് യുവേഴ്സ്. 58 കിട്ടണം എനിക്ക്, 82 ആണ് എൻ്റെ മാർക്ക് എന്ന് ഞാൻ ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള പവർ എനിക്കില്ല. അതിന്റെ ലോജിക്കാണ്. അത് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഈ ജസ്റ്റ് 58 മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത് മാത്രമായിട്ട് എടുക്കരുത്. അതിന്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഇമ്പാക്ട് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ഇത് കിട്ടുക. അതായത് വെൻ യു ഡിസൈഡ് ദാറ്റ് ദിസ് ഈസ് സംതിങ്, ദാറ്റ് ഗോൾ, അത് എനിക്ക് കിട്ടിയ റിസൾട്ട്, ഗോൾ എന്നല്ലേ, റിസൾട്ട് അതാണ്. ബട്ട് യുവർ ഗോൾ ഷുഡ് ബി സംതിങ് ഡിഫറെന്റ്. അതെന്താ, എനിക്ക് ഒരു പർട്ടിക്കുലർ പ്രൊഫഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് വാട്ട് എവർ ഐ എം ഗോയിങ് ടു ഡു, ഐ ഹാവ് ടു ബി ഓഫ് സർവീസ് ടു അതേഴ്സ് എന്ന് പറയുന്ന ഒരു ലാർജർ ഗോളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഐ ഷുഡ് ബിക്കം ഈവൻ അതിനേക്കാൾ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഐ ഷുഡ് ബിക്കം എ ഗുഡ് ടീച്ചർ എന്ന് പറയണമായിരിക്കും എൻ്റെ ഗോൾ. അല്ലാണ്ട് ഐ ഷുഡ് ബി ടീച്ചിങ് ഇൻ ജെംസ് ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ സംഗതി മാറി. ഇൻസ്റ്റെഡ് ഐ സേ ഐ വാണ്ട് ടു ബി എ ഗുഡ് ടീച്ചർ. ദാറ്റ് ഈസ് മോർ പവർഫുൾ ഗോൾ. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളൊരു 10-20 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ തന്നെ ചിരിക്കുന്നുണ്ട്, അയ്യേ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല നടന്നേക്കണേ. പക്ഷെ then at that point in time, if when you evaluate, you will find a lot of positives in whatever you have achieved. അത് അന്നേ നമുക്കറിയാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ചിന്താശക്തിയുടെ കുറവായിട്ടേ നമ്മൾ കരുതാൻ പാടുള്ളൂ. Actually, you should be starting to think. Gita is asking you to think big, and so that you can encompass everything and then see, down the line, ippalla condition moshana, some problem. ഞാൻ വിചാരിച്ച കിട്ടിയില്ല, പക്ഷെ fine, no problem. 10 years from now or 5 years from now, you look back and see what has happened. Things will be different. How, from what I am going to do from now onwards about it. എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വന്നു കഴിഞ്ഞാൽ things will become different. അതാണ് ഗീത നമുക്ക് പഠിപ്പിച്ചത്, കർമ്മയോഗത്തിന്റെ ആറ്റിറ്റ്യൂഡായിട്ട് പഠിപ്പിച്ചു തരുന്നത്. രാജേഷ് എന്താ ചോദിക്കാൻ പോയാ? ചേച്ചി, ഇപ്പോ എനിക്ക് ഒരു റിമൈൻഡർ ആയിട്ട് വേണമെങ്കിൽ ഈ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഇതൊക്കെ ഫോളോ ചെയ്യാനായിട്ട്
if I have to Yeah. set a reminder or regular ആയിട്ട് ഒരു റിമൈൻഡർ വേണമെങ്കിൽ what I should be looking at? നമുക്ക് റിമൈൻഡർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിതിപ്പോ കുറെ സംഗതികളുണ്ട്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഈ വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് യു കൻ ഡു ഇസ് ഇതിന്റെ ഒരു സമ്മറി ആയിട്ട് എല്ലാ ഡീറ്റെയിൽസ് അല്ല, ജസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടുള്ള സമ്മറി ഒക്കെ നമുക്ക് എപ്പോഴും കാണുന്ന വിധത്തിൽ നമുക്ക് ലെറ്റസ് വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ നമുക്ക് ഡെയിലി കാണാം. നമ്മൾ ചെന്നിരുന്നു കഴിഞ്ഞാൽ ഐ കൻ സീ ദാറ്റ് ആൻഡ് സോ യു വിൽ ബി റിമൈൻഡഡ് ആൻഡ് യു വിൽ കോൺഷ്യസ്ലി ട്രൈ ടു ഡു ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ് ഓ ഇതൊക്കെ നടക്കുന്ന കാര്യമല്ല എന്നുള്ള ചിന്ത മനസ്സിൽ വന്നാൽ പോയി, അത് പാടില്ല. അതിന് പകരം നോ യെസ് ലെറ്റ് മീ ട്രൈ ദിസ്. ഇപ്പൊ ഞാൻ ഒരു പർട്ടിക്കുലർ വർക്ക് എനിക്ക് ചെയ്യണം, അത് ചെയ്യാനായിട്ട് മനസ്സ് വരുന്നില്ല, വാട്ട് ബട്ട് ഇറ്റ് ഈസ് പ്രയോറിറ്റി. ഫോർ എക്സാമ്പിൾ, വൺ എക്സാമ്പിൾ ഐ വിൽ ഡു മേക്ക് ഷുവർ ദാറ്റ് ഐ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. അപ്പൊ ഇതെന്ന് പലപ്പോഴും നമ്മളൊരു ചെയ്യുന്ന ജോലി ചെയ്യാനായിട്ടുള്ള പ്രോക്രാസ്റ്റിനേഷനിൽ നമ്മൾ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് തുടങ്ങാത്തതുകൊണ്ട് മാത്രമാണ്. തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ വി വിൽ സ്റ്റാർട്ട് ഫീലിംഗ് ആൻഡ് ദെൻ തിങ്സ് വിൽ ബിക്കം ചേഞ്ച്. അങ്ങനെ നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് ട്രൈ ടു ഗെറ്റ് തിങ്സ് ഡൺ, ഡു ദി അതർ വേ, അതായത് ദ റൈറ്റ് വേ. അത് ഈവൻ ഇഫ് ദ അതർ റോങ് വേ ഈസ് പുള്ളിങ് യു അതിലേക്ക് കൊണ്ടുവരാം. അപ്പൊ അത് എന്തൊക്കെ ആസ്പെക്റ്റുകൾ നമുക്ക് നോക്കാന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറഞ്ഞ അതിന്റെ ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നു അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതികളെ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന വിധത്തിലൊക്കെ വെക്കാം. അപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ എനിക്ക് എന്റെ ഡെസ്ക്ടോപ്പിൽ ഞാൻ ഒരു നോട്ട് പാഡ്, സ്റ്റിക്കി പാഡ്, ഇപ്പൊ നമുക്ക് പേപ്പർ വേണ്ട, സോഫ്റ്റ്വെയറിൽ കിട്ടും, അങ്ങനത്തെ സാധനത്തിൽ ഞാൻ എഴുതിയിടാറുണ്ട്. അതവിടെ വയ്ക്കും, അവിടെ കിടക്കും അത്. എന്നിട്ട് അതിന്റെ ആപ്ലിക്കബിലിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റി വേറെ അതിന്റെ ടെക്സ്റ്റ് മാറ്റും, അത്രേ ഉള്ളൂ. അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാം നമുക്ക്. അത് സ്റ്റിക്ക് ചെയ്തിട്ട് അവിടെ സ്റ്റിക്കർ ഉണ്ടാവും, യു ഡോണ്ട് ഹാവ് ടു സ്റ്റിക്ക് ഇറ്റ്. ഇതിങ്ങനെ കിടക്കും. പണ്ട് ഞാൻ സ്റ്റിക്ക് ചെയ്യും, പണ്ട് ഒരു 10 കൊല്ലം മുമ്പ് ഞാൻ ഇങ്ങനത്തെ സ്റ്റിക്കർ ഉപയോഗിക്കുമായിരുന്നു. എന്നിട്ട് ഇവിടെ ഒട്ടിച്ച് വെക്കും ഇങ്ങനെ സ്ക്രീനിൽ. ഇപ്പൊ അതല്ല, ഇപ്പൊ നമുക്കത് സോഫ്റ്റ് നോട്ടുകൾ നമുക്ക് തന്നെ മോണിറ്ററിൽ കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. പോസ്റ്റ് നോട്ട്സ് കിട്ടും, സോഫ്റ്റ്വെയർ പോസ്റ്റ് നോട്ട്സ്, യു കൻ യൂസ് ദാറ്റ്. പല കളേഴ്സിലൊക്കെ ആക്കാം, റെഡ് റോസ് ഒക്കെ ആക്കി മാറ്റിയിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. എന്നിട്ട് അതൊക്കെ അവിടെ എഴുതി വെക്കാം. അതൊക്കെ അവിടെ അപ്പൊ ദിവസം അത് കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിലുണ്ട്, എപ്പോഴും വരും, ഡിസ്പ്ലേ ആയിരിക്കും. സോ യു വിൽ സീ ദിസ് കോൺസ്റ്റന്റ്ലി and it will be, you'll be reminded of that. Simple things like that can be done so that it triggers that thought process and then you stick to it. Sticking to it is the most important part. ഇത് നമ്മളെ ഇപ്പൊ അലാറം അടിക്കാൻ വെക്കാം, അലാറം അടിക്കും, അത് നമ്മൾ കേൾക്കും, അതല്ല, ദാറ്റ് ഈസ് ഓൺലി ദ ലെസർ പാർട്ട്. പക്ഷെ അത് കഴിഞ്ഞ് അലാറം അടിച്ചു കഴിയുമ്പോൾ ഞാൻ എണീക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതിന് വേറെ ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, ഓൺലി യു ഹാവ് ടു ഡു ഇറ്റ്. അല്ല അതല്ല, അത് ശരി, അത് മനസ്സിലായി. പക്ഷെ ഇപ്പൊ പറയുന്ന ആ ഇപ്പൊ ഇന്നിപ്പൊ തുടങ്ങിയ പോയ കാര്യങ്ങളില്ലേ, ഇന്ന് പോയ ടോപ്പിക്സ്, അപ്പൊ അതിൽ നിന്ന് കുറെ പോയിന്റ്സ് ഉണ്ട് നോക്കാൻ അല്ലെ? അതിൽ നിന്നുണ്ട് കുറെ കാര്യങ്ങൾ ഫ്രം ഹിയർ. Suppose you are trying to make changes in the way you are leading your team. Leadership ആസ്പെക്റ്റിൽ നമുക്ക് ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അതിന്റെ മാത്രം ആസ്പെക്റ്റുകൾ എടുത്തിട്ട് വേണേൽ സ്റ്റിക്ക് വെച്ചാൽ മതി, സ്റ്റിക്ക് ഇട്ട് വെച്ചാൽ അതിന്റെ പല ആസ്പെക്റ്റുകളെ, എന്നിട്ട് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഓൾ ഓഫ് ദോസ് തിങ്സ് ആർ ഫിൽഡ് അപ്പ്. എ കോംപ്ലക്സ് സീരീസ് ഓഫ് സ്കിൽസ് ദാറ്റ് ഇൻവോൾവ് ടേക്കിംഗ് ജോയിന്റ് ഓണർഷിപ്പ്, ലീഡർഷിപ്പ് അല്ലേ, സ്ട്രാറ്റജി ദാറ്റ് എംപ്ലോയ്സ് എക്സ്പെർട്ടീസ്, ഇൻഫ്ലുവൻസ്, ability to negotiate and convince people, to make them come together, to facilitate teamwork. അപ്പൊ ഈ പറയുന്ന 4-5 കഴിവുകളുണ്ട്. ഈ കഴിവുകളിൽ എവിടെയെങ്കിലും എനിക്ക് വീക്ക്നെസ് തോന്നുന്നുണ്ടെങ്കിൽ അത് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഐ വിൽ ഡു ഇറ്റ് സംതിങ്, ഡു സംതിങ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ച അങ്ങനെ ആ ആസ്പെക്ട് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് ബിക്കംസ് യുവർ പാർട്ട് ഓഫ് ഇറ്റ്. പിന്നെ യു വിൽ ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഇസ് എ നോൺ, എന്താ പറയാ, ഈ സബ് കോൺഷ്യസ് ലെവലിൽ നമ്മൾ അങ്ങനെ ആക്ടിവിറ്റി വരാൻ തുടങ്ങും, നമ്മൾ തന്നെ ചെയ്യും അങ്ങനത്തെ കാര്യങ്ങൾ. ഈ ഒരെണ്ണം കാര്യമില്ല. ആൻഡ് expertise. One is expertise, which is about your knowledge and skills. That is one thing which most people will have, because that is why you are in that place first of all. Pinna next one, adu pinna ullakka tough ആണ്, influence and influence to convince a group of people. The power of influence to convince, അല്ലെങ്കിൽ power of negotiation എന്ന് പറയുന്ന ആസ്പെക്റ്റുകളൊക്കെ വരുന്നുണ്ട് അതിൽ. അപ്പൊ ഇത് എങ്ങനെ എനിക്ക് സാധിക്കും? ഇപ്പൊ ഞാൻ പറയണം പലപ്പോഴും നമ്മളിപ്പോൾ ഞാൻ എക്സാമ്പിൾ വിചാരിക്കും. അപ്പൊ എനിക്ക് എന്തെങ്കിലും കന്നു കഴിഞ്ഞാൽ 4-5 പേരുള്ള ടീമിനെ എല്ലാവരെയും ഒന്ന് കൺവിൻസ് ചെയ്തിട്ട് അവരെ എൻ്റെ ചിന്താഗതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരികയാണെങ്കിൽ, make sure that you take it as a priority point and do something about such that you start
doing, I mean, you are being perceived by others as somebody who can influence എന്നുള്ള ലെവലിലേക്ക് ഒരു മാസത്തിനുള്ളിൽ ഞാൻ മാറ്റിയെടുക്കും എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അതിന് ഓരോ ദിവസവും അന്നന്നത്ത് വരുന്ന ചാലഞ്ചസിൽ അതിനെ ഞാൻ എങ്ങനെ മറ്റുള്ളവരും കൂടി എൻ്റെ കൂടെ നിർത്താൻ ഞാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ അതിന് വേണ്ടി യു ഹാവ് ടു സ്പെൻഡ് സം ടൈം തിങ്കിങ് അബൌട്ട് ഇറ്റ്. ആൻഡ് യുനോ മേ ബി ഡ്രൈവ് ചെയ്യുമ്പോൾ ചിന്തിക്കാം, കുളിക്കുമ്പോൾ ചിന്തിക്കാം, നടക്കാൻ പോകുമ്പോൾ ചിന്തിക്കാം, ഭക്ഷണം കഴിക്കുമ്പോൾ ചിന്തിക്കാം. അങ്ങനെ പല സമയത്ത് ദിസ് ഷുഡ് ആക്ച്വലി ഓവർ പവർ യുവർ മൈൻഡ്. ആൻഡ് വെൻ ഇറ്റ് ഓവർ പവേഴ്സ് യുവർ മൈൻഡ് യു വിൽ സ്റ്റാർട്ട് സ്ട്രൈക്കിംഗ് ഐഡിയാസ്. അതാണ് ഓവർ പവറിംഗ് ആണ്. ഓവർ പവറിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇറ്റ് ഈസ് ലൈക്ക് പ്രോസ്പെക്ടിങ്, ഓയിൽ പ്രോസ്പെക്ടിങ് ഫോർ എക്സാമ്പിൾ. വെറുതെ പുറത്തൊക്കെ ഇങ്ങനെ കുറച്ച് കുഴിച്ചൊക്കെ നോക്കിയാൽ ഓയിൽ കിട്ടില്ല. യു ഹാവ് ടു കീപ് ഡിഗിങ് ആൻഡ് ദെൻ യു വിൽ ഫൈൻഡ്. ഇതുമാതിരി യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇതിനുള്ള സൊല്യൂഷൻസ്, അത് സൊല്യൂഷൻ എങ്ങനെ ഡിഗ് ചെയ്യണേ എന്ന് പറയണ ഞാൻ പറഞ്ഞത്. ഇറ്റ് ഈസ് ഇൻ ഡിഫറെന്റ്. എന്ത് ഈവൻ നമ്മളൊക്കെ ബേബി നമ്മൾ വെറുതെ റിലാക്സ് ചെയ്യാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ചിലപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ അതിനുള്ള സൊല്യൂഷൻസ് വരുള്ളൂ. അതല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിച്ചു വിട്ടു, പിന്നെ ചിന്തിച്ചു വിട്ടു. യു ആർ നോട്ട് നെവർ ബീങ് ഏബിൾ ടു യു വിൽ നെവർ ബി ഏബിൾ ടു കം ടു ഗ്രിപ്സ് വിത്ത് ദ സിറ്റുവേഷൻസ് ഇൻ ടേംസ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻസ്. അത് നമ്മുടെ ഉള്ളിൽ അത് പല വിധത്തിൽ വരണമെങ്കിൽ നമ്മൾ വി ഹാവ് ടു ബി കോൺസ്റ്റന്റ്ലി തിങ്കിങ് അബൌട്ട് ദാറ്റ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇറ്റ് വിൽ സ്റ്റാർട്ട്. അങ്ങനെ ഓവർ എ പീരിയഡ് ഓഫ് ടൈം യു വിൽ ഫൈൻഡ് ഇറ്റ്. പിന്നെ എന്താ പറ്റുക വെച്ചാൽ ഇങ്ങനത്തെ ചാലഞ്ചസ് വരുമ്പോൾ ഇറ്റ് വിൽ ബി എൻ ഓട്ടോമാറ്റിക്, എന്താണ് ഒരു ഹാബിച്വൽ ആയിട്ടുള്ള ഒരു നേച്ചറായി മാറുന്നു. അതായത് എന്ത് പ്രോബ്ലം വന്നാലും ഐ ആം ഇമ്മീഡിയറ്റ്ലി ഏബിൾ ടു കൺവിൻസ് അതേഴ്സ് എന്ന് പറയുന്ന ഒരു വഴി. അത് ടഫ് അല്ല. അത് ഇപ്പൊ നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഇത് ബുദ്ധിമുട്ടാണല്ലോ തോന്നും, ഇതെങ്ങനെയത് എനിക്ക് പറ്റണില്ല. പക്ഷെ സംടൈം യു വിൽ ഫീൽ ദാറ്റ് യെസ് ഇറ്റ് ബിക്കംസ് ഈസി എന്ന് പറയും. അത് ഏത് ജോലിയിലും ഏത് ആക്ടിവിറ്റിയിലും അങ്ങനെ വരും. അതിലേക്ക് നമ്മൾ അപ്പൊ അങ്ങനെ ഉള്ള ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് കടന്നു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ്ലി ഈ പറയുന്ന ഓരോ ടേമിന്റെയും ലീഡർഷിപ്പിന്റെ ആണെങ്കിൽ അതിന്റെ 4-5 ടേംസ് അതെന്താണെന്ന് ആദ്യം എഴുതി അവിടെ സ്റ്റിക്ക് നോട്ടിലിടുക. എന്നിട്ട് ഏതിലൊക്കെയാണ് ഞാൻ വീക്ക് എന്ന് ഡിസൈഡ് ചെയ്യുക. അണ്ടർസ്റ്റാൻഡിങ് യുവർ നോളജ് ഡെഫിസിറ്റ്സ് ആൻഡ് ദെൻ ഡൂയിങ് സംതിങ് അബൌട്ട് ദാറ്റ് സോ ദാറ്റ് യു എൻഹാൻസ് യുവർ കേപ്പബിലിറ്റി ടു ഓവർകം ദാറ്റ് ലിമിറ്റേഷൻ. ഇങ്ങനെ ചെയ്യാൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലേക്ക് കിടന്നു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞപ്പോൾ ടീം വർക്ക് ആണെങ്കിൽ ടീം വർക്ക്, ഓർഗനൈസേഷണൽ സാവിനസ് ആണെങ്കിൽ ഓർഗനൈസേഷൻ, അതിന്റെ ഒക്കെ ഓരോ ആസ്പെക്ട്. ഇതിന്റെ തൊട്ട് പ്രീവിയസ് സ്ലൈഡിൽ ഐ തിങ്ക് ഒരുമിച്ച് കാണിച്ചു മാത്രം അല്ല, ഈ ഒരു 4 ഫണ്ടമെന്റൽ ആറ്റിറ്റ്യൂഡ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഐ തിങ്ക് ലെവൽ 1 should be like this, അല്ലേ? ലെവൽ 1 is this. ഇതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ എവിടെയെങ്കിലും. അതെ, ലെവൽ 1 WBS അതിന്റെ ഹൈറാർക്കി നോക്കിയാൽ this is the level 1. അതെ, അതുകൊണ്ടാണ് ഇതിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ദെൻ വി വെന്റ് ഇൻടു ഡീറ്റെയിൽ. അപ്പൊ ഇത് മാത്രം എടുത്തിട്ട് നമ്മൾ ഇതിൽ പക്ഷേ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ചെറിയ പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോ ഞാൻ പറഞ്ഞ മാതിരി ഓക്കെ ഇവിടെ ടീം വർക്ക് അല്ലെങ്കിൽ ലീഡർഷിപ്പിന് എന്തൊക്കെയാണ് അങ്ങനെ ഒരു പോയിന്റർ ഇല്ല. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ഇനിയിപ്പോ ലീഡർഷിപ്പിലാണ് എനിക്ക് ബെറ്റർ ആവേണ്ടത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ then you should also have something to do with this thing. അതായത് യജ്ഞഭാവം, കോപ്പറേറ്റീവ് endeavor, sinking differences, above self interest, common cause, selflessness and benefit for all. ഇതിലെ ഏതൊക്കെയാണ് എനിക്ക് വീക്ക്നെസ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുക. അത് ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്യുക. അതിൽ ഇപ്പൊ ഓരോ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് ചെയ്യണം. അങ്ങനെയുള്ള ഒരു മോഡ് ഓഫ് ഓപ്പറേഷനിലേക്ക് പോയാൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. ഇൻഫാക്ട് ഐ ആം കൺവിൻസിംഗ്ലി ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ബിക്കോസ് ഐ ഹാവ് ഗോൺ ത്രൂ ദാറ്റ്. അതുകൊണ്ട് പറയാം, ഇറ്റ് ഈസ് പോസിബിൾ ആൻഡ് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ വെരി പ്രാക്ടിക്കൽ വേ ഓഫ് ഡൂയിങ് ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഇഫക്റ്റീവ് ഓൾസോ. 101% ഇഫ് ദർ ഇസ് 101%. ടീച്ചർ സമ്മതിക്കില്ലായിരിക്കും, എന്നാലും ഞാൻ 101% എന്ന് പറയുന്നു. മാത്തമാറ്റിക്സ് ആരും സമ്മതിക്കില്ല. 101% ഈസ് റോങ്. There is nothing like 101%. True. I also know that. അതിപ്പോ നമ്മള് ചിലപ്പോ പറയും, അതായത് ഒരാളുടെ അടുത്ത് ഇപ്പൊ നമ്മളൊരാളെ മറ്റേ കമ്മിറ്റ്മെന്റ് ടൈം കമ്മിറ്റ്മെന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ പറയണ ഞാൻ 10 മണിക്ക് വരാം എന്ന് പറയുന്നതും 10:05 വരാം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ?
10 മണിക്ക് വരാന്ന് പറയുന്നത് ഏത് ആളും പറയും. വർമാജി സോറി. No problem, no problem. തമാശ പറയണാണ് ഒക്കെ. ഓക്കെ, അപ്പൊ അല്ല നമ്മൾ 10 മണി എന്ന് പറയുമ്പോൾ വെറും 10 മണിക്ക് ഞാൻ 10 മണിക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ നോർമൽ വേ ഓഫ് ഡേ. അത് അതിലൊരു ഇതില്ല. നേരെ ഞാൻ പറഞ്ഞ ഞാൻ 10:05 എത്താം എന്ന് പറഞ്ഞ സംഗതി മാറി. അതുപോലെ ഒരു ജോബ് അതിന്റെ ടൈം എസ്റ്റിമേറ്റ് പറയാണ്, ഒരു 2 മാസം എന്ന് ഞാൻ പറയുന്നതും അതിന് പകരം ഞാൻ പറയാണ് ഐ വിൽ ടേക്ക് 36 വർക്കിംഗ് ഡേയ്സ് ടു ഡു ഇറ്റ് എന്ന് ഞാൻ പറഞ്ഞാൽ വിച്ച് ഈസ് മോർ കൺവിൻസിങ്? അതാണ് ആ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അത് ചെയ്യാൻ 36 എടുക്കും എന്ന് നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ വി ഷുഡ് ബി എന്താ പറയുക, വളരെയധികം നമ്മൾ അത് ആ ഒരു ഫോർകാസ്റ്റിങ്ങിനും എസ്റ്റിമേഷനും ഒക്കെ നമുക്ക് വളരെ സ്കിൽഫുൾ ആയിട്ട് അറിയാൻ പറ്റണം, നോളജബിൾ ആയിരിക്കണം. അതിന് വേണ്ട എല്ലാ ലൂപ്പ് ഹോൾസും നമ്മൾ പഠിച്ച് എക്സ്പീരിയൻസ്ഡ് ആയി വരണം, അപ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അത് ആ എക്സ്പീരിയൻസ് ലെവലിലേക്ക് എത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം മുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മളിപ്പോൾ ആരും ചോദിച്ചിട്ടില്ലെങ്കിലും നമുക്ക് എസ്പെഷ്യലി ഇപ്പം ഋതുവിനെയൊക്കെ പോലെയുള്ള ആൾക്കാർ പുതിയതായിട്ട് ജോലിയിൽ ജോയിൻ ചെയ്തവര്, എവറി ഡേ എവറി വർക്ക് യു ടേക്ക് അപ്പ് യു ഷുഡ് എസ്റ്റിമേറ്റ് ആൻഡ് കീപ് എ ബ്ലൂ ബുക്ക് റെക്കോർഡ് ഓഫ് ഇറ്റ്. എന്നിട്ട് then you do it and then you at the end of it you will compare with what your prediction was and find out the difference. And if it is more time has been taken, you have to find out the reasons. അതൊക്കെ അനലൈസ് ചെയ്ത് നമ്മൾ നോട്ട്സ് ഉണ്ടാക്കി വെക്കണം. നമ്മളുടെ ഇന്റേണലൈസിങ് പ്രോസസ്സാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഒരു 4-5 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ what will happen is you will find your predictions and estimates coming closer and closer. It is exactly like നമ്മൾ സ്പേഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കൂ എന്ന് പറഞ്ഞാൽ വരച്ചിട്ട് അത് കറക്റ്റ് ആക്കാൻ എന്താ വഴി? വരയ്ക്കുക, മെഷർ ചെയ്യുക, ഫൈൻഡ് ദ ഡിഫറൻസ്, ഗെറ്റ് ദാറ്റ് ബ്രെയിൻ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, go forward, practice. After some time 4 centimeter will become 4 centimeter or 3.9 to 4.1 ന്റെ ഇടയിൽ നിൽക്കും. ഒരുമാതിരി എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് നമ്മളിത് ആരും പറഞ്ഞിട്ടില്ലെങ്കിലും ആദ്യം മുതലേ നമ്മുടെ ജോലിയിൽ അത് എസ്റ്റിമേഷൻ നടത്തി അത് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ then when you become a leader you will be precise in your estimations, project estimations, especially time and resources, time and other financial resources and other kinds of resources ഒക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ we will not be in any surprise. നമ്മൾ സാധാരണ പലപ്പോഴും ലീഡേഴ്സ് ചിലവർ ഇങ്ങനത്തെ എസ്റ്റിമേഷൻ പവേഴ്സ് ഇല്ലാണ്ട് വളർന്നു വന്നു കഴിഞ്ഞാൽ അവർ ലീഡറായി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ അവർക്ക് when they have to take a decision in terms of how much finances, budget and things like that, and also resources that needs to be acquired for the next year or whatever, ഇതൊക്കെ വരുമ്പോൾ അതിൽ ഒരുപാട് മിസ്റ്റേക്സ് പറ്റും. എന്നിട്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം 6 മാസം കഴിഞ്ഞിട്ട് സാധനം വന്നു കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത കൊല്ലത്തിന്റെ എൻഡ് ഓഫ് ദ 3rd ക്വാർട്ടറിലോ അല്ലെങ്കിൽ എൻഡിലോ ഒക്കെ വരുമ്പോഴാണ് അയ്യോ ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം ഇത്രയും വിചാരിച്ചില്ല, പക്ഷെ ഇത് പോരല്ലോ, ഈ മെഷീൻ എനിക്ക് പോരാ, ഇതിന്റെ അപ്പുറത്ത് വേണമായിരുന്നു എന്ന് അപ്പം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. then because you may not get the money to buy those resources, പറ്റിയില്ല എന്ന് വരും. അപ്പം then your project is getting delayed and your work efficiency suffers. ഇത് നേരത്തെ മറിച്ച് നമുക്ക് നേരത്തെ പ്രൊജക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടെങ്കിൽ ആ പ്രൊജക്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഡെഫിനറ്റ്ലി. ഇപ്പൊ എനിക്കറിയാം, അപ്പൊ വർമാജിക്കൊക്കെ പ്രത്യേകിച്ച് അറിയാം. എനിക്ക് ഞാൻ DRDOയിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഉണ്ട്, നമ്മുടെ എല്ലാ കൊല്ലം by June, July you have to give the budget for the next year, അല്ല budget proposal for the next year. ജൂൺ അല്ല, ഏപ്രിലിന് മുമ്പോട്ട് കൊടുക്കണം. കാരണം അത് സെപ്റ്റംബർ മാസത്തിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ആ ബഡ്ജറ്റ് സാങ്ഷൻ ആയിട്ട് വരും. അതാണ് എന്നിട്ട് നെക്സ്റ്റ് ജനുവരി മുതൽ നമുക്ക് ആ കിട്ടുന്ന കാശ് ആ കമ്പനി. അപ്പൊ നമ്മള് അതൊന്ന് ടൈമിങ്ങിന്റെ. പിന്നെ അതിൽ വേറൊരു തട്ടിപ്പും കൂടി ഉണ്ട്. തട്ടിപ്പല്ല, അതായത് നമുക്കിപ്പോ X റുപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ 2x നമ്മൾ പ്രൊജക്ട് ചെയ്യണം, എന്നാലും X കിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ ആദ്യം തന്നെ നമ്മൾ വളരെ സത്യസന്ധമായിട്ട് ഇത്ര X വേണം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ half of X കിട്ടും. അപ്പൊ നമ്മൾ ഇതൊക്കെ അത് സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ചില പരിപാടികളുണ്ട്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട്, എസ്പെഷ്യലി ഗവൺമെന്റിലൊക്കെ വരുമ്പോഴാണ്. പ്രൈവറ്റിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവർ ആ കണ്ടിൻജൻസി ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ അപ്പോഴത്തെ എമർജൻസി അനുസരിച്ചിട്ട് ചിലപ്പോൾ ഫണ്ട് റിലീസായി വരും. ഇപ്പൊ നമുക്ക് DRDOയിലൊക്കെ നമുക്കറിയാം, നമുക്ക് ഒരു രക്ഷയും കിട്ടില്ല. സെപ്റ്റംബറിൽ പ്രൊജക്ട് ചെയ്ത് അവിടുന്ന് സെപ്റ്റംബർ അവസാനം ഒക്ടോബർ ആദ്യം ആകുമ്പോൾ ബഡ്ജറ്റ് ഫിഗേഴ്സ് ഒക്കെ തിരിച്ച് ഇത്രയാണെന്ന് പറയും. ഈ ടീമിന് ഇത്ര, ഇന്ന ഹാർഡ്വെയർ മേടിക്കാൻ ഇത്ര എന്നൊക്കെ പറഞ്ഞു വരും.